Hi everyone. Once again, welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും നമ്മുടെ വൺ ഷോട്ട് സീരീസിലേക്ക് സ്വാഗതം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 പാർട്ടായിട്ടായിരുന്നു എടുത്തിരുന്നത്. സോ നമ്മൾ ഇന്ന് അതിന്റെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആണ്. സോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, അതേപോലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയൊക്കെയാണ് മെയിൻലി കവർ ചെയ്യുന്നത്. പിന്നെ ഒരു ഡൈപോള്, നമ്മൾ ഡൈപോളൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഡൈപോള് കാരണമുള്ള പൊട്ടൻഷ്യൽ ആൻഡ് ഫൈനലി ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, പിന്നെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 2024 നീറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ വർഷം അങ്ങനെ 4 ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 100% ഷുവർ 4 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മക്കളെ, ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമുക്കറിയാം, ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് നിങ്ങളൊരു ക്യൂ ചാർജ് കൊണ്ടുവച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ക്യൂ ചാർജ് കൊണ്ടുവച്ചാൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. F=QE ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. F=QE. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആണ് QE. ഇനി ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിലായിരിക്കും ഈ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിലാണ്. ക്ലിയർ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് QE ആണ്. ഈ ഡയറക്ഷനിലോട്ടാണ് അവൻ മൂവ് ചെയ്യുന്നത്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇനിഷ്യലി ഇപ്പം ഞാൻ ഇവിടേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞ റീജിയൻ നോക്കിയപ്പോൾ അതിന്റെ വെലോസിറ്റി V1 ആയിരുന്നു. ഈ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ബിയിൽ എത്തിയപ്പോഴത്തേക്ക് വെലോസിറ്റി V2 ആയിട്ട് മാറി. സോ ഒബ്വിയസ്ലി അവന്റെ കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യപ്പെടും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എടുത്താൽ പോലും നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അത് വർക്ക് എനർജിയുടെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യം ഞാൻ ഇത്രയും കാര്യം ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ദിസ് റെഫേഴ്സ് the energy transferred when a charged particle move through an electric field. Okay, when a charged particle move within electric field, the field exert a force. ആ ഫോഴ്സ് ആണ് QE നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. if the particle move in the direction of field, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് മൂവ് ചെയ്യുന്ന പറഞ്ഞത്. if the particle move in the direction of field, the does പോസിറ്റീവ് വർക്ക്, അല്ലെങ്കിൽ ആ ഫീൽഡ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ്. അപ്പൊ അത് നെഗറ്റീവ് ചാർജ് ആണ് വെക്കുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്കറിയാം. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇവിടെ വേരിയബിൾ ഫോഴ്സ് ആയിരിക്കും. ഒബ്വിയസ്ലി ഡിസ്റ്റൻസ്, അതായത് ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മാറുന്നതിനനുസരിച്ച് ഫോഴ്സ് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേഷണൽ മെത്തേഡ് എടുക്കും, F.dr, അല്ലെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എടുത്താൽ മതി. ഫൈനൽ വാല്യൂ കൂടുതലായിരിക്കും. KE കൈനറ്റിക് എനർജി 2 ഗ്രേറ്റർ ദാൻ കൈനറ്റിക് എനർജി 1 ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, വർക്ക് ഡൺ കാണാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഇന്റഗ്രൽ F.dr ആണ്. ഇവിടെ dr പൊസിഷൻ ആണ് മാറുന്നത്. എവിടെ തൊട്ട് എവിടെ വരെ? A to B. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇവിടെ റൈറ്റ് നൗ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇഫ് ദ പാർട്ടിക്കിൾ മൂവ് അഗൈൻസ്റ്റ് ദ ഫീൽഡ്, ഇപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ല, പോസിറ്റീവ് ചാർജ് തന്നെയാണ്. പക്ഷെ അത് ഫീൽഡിന് അഗൈൻസ്റ്റ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, പോസിറ്റീവ് ചാർജിന് അലോങ് ദ ഫീൽഡിൽ മൂവ് ചെയ്യാം. അപ്പൊ അവിടെ ചെയ്യുന്ന വർക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരുന്നു. ഇവിടെ എഗൻസ്റ്റ് ദ ഫീൽഡ് ആണ് മൂവ് ചെയ്യുന്നത്. എഗൻസ്റ്റ് ദ ഫീൽഡ് ആണ്. അപ്പൊ ഫീൽഡ് എന്ത് ചെയ്യും? ഇവനെ ഒപ്പോസ് ആണ് ചെയ്യുന്നത്. എന്തായാലും ചാർജ് പോസിറ്റീവാ.
ചാർജ് പോസിറ്റീവ് ആണ്, ഫീൽഡ് ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ ചെയ്യുക, പക്ഷെ അത് ഇവനെ റിട്ടയർഡ് ചെയ്യിക്കും. അതായത് ഇനിഷ്യലി ഉള്ള വെലോസിറ്റിയേക്കാളും കുറവായിരിക്കും ഫൈനലി ഉള്ള വെലോസിറ്റി, അല്ലെ? അതുകൊണ്ടാണ് കൈനറ്റിക് എനർജി രണ്ടാമത്തെ കേസിലുള്ള കൈനറ്റിക് എനർജി ലെസ് ദാൻ KE1 ആയിരിക്കും. ക്ലിയർ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അതേപോലെ തന്നെ ഇവിടെ വർക്ക് ഡൺ കാണാൻ സെയിം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വർക്ക് ഡൺ ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ F ഡോട്ട് dr. എന്നിട്ട് ഈ എഫിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? QE എന്നുള്ള വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. QE എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഈ ചാപ്റ്ററിന്റെ ഇൻ ഡെപ്ത് കോൺസെപ്റ്റിലേക്ക് നമ്മൾ കയറാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് പോയിന്റ് എന്താ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്? അപ്പൊ സിമ്പിൾ ലോജിക്കൽ ഇത്രേ പറയാനുള്ളൂ എനിക്ക്. അതായത് ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് സപ്പോസ് ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ചുറ്റിനും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. എനിക്ക് ഈ ക്യൂ ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കണം. എനിക്ക് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ ബേസിക് കോൺസെപ്റ്റ് ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവെക്കാൻ പോവാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ടെസ്റ്റ് ചാർജിനെ നമ്മൾ ഈ P പോയിന്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്യൂ ചാർജ് അവനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ ആ റിപ്പല് ചെയ്യുന്നതിന് അഗൻസ്റ്റ് ആ എക്സ്റ്റേണൽ ഏജന്റ് എന്ത് ചെയ്യണം? ഒരു വർക്ക് ഡൺ ചെയ്യണം. എന്നാലല്ലേ ആ ഒബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. അങ്ങനെ അതിനെ മൂവ് ചെയ്യിച്ച് ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണമല്ലോ. ദാറ്റ് വർക്ക് ഡൺ ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് V equal to potential at a point P അല്ലേ? അപ്പൊ potential at a point P which is equal to 1/4πε0 Q by R. This is the equation. ഈ ഡിസ്റ്റൻസ് ആണ് R. നമ്മൾ ഈ Q എന്ന് പറഞ്ഞ പോയിന്റിന്റെ ചാർജിന്റെ ഫീൽഡിലേക്കാണ് അതിനെ കൊണ്ടുവെക്കുന്നത്. സോ നമ്മൾ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് 1/4πε0 Q divided by R. വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓർ സിംപ്ലി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് in an electric field is the amount of work done to bring a unit positive charge from infinity to that point against the electric field. കണ്ടോ? V equal to W by Q എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദാറ്റ് യൂണിറ്റ് ചാർജ്. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇവിടുന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ ഈ പൊട്ടൻഷ്യല് വിയും വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് W/Q, വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് ആണ്. SI യൂണിറ്റ്, ഡയമെൻഷണൽ ഫോമിൽ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഇതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതാണ് നമ്മളിപ്പോ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത സാധനം. അതായത് എനിക്ക് ഈ P എന്ന് പറഞ്ഞ R ഡിസ്റ്റൻസിൽ P എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താ, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ക്യൂ ചാർജിനെ, ടെസ്റ്റ് ചാർജിനെ നിങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവെക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. ക്ലിയർ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പൊ വർക്ക് ഡൺ കാണാൻ നമുക്കറിയാം, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഷോർട്ട് ഡിസ്പ്ലേസ്മെന്റ് DR എന്ന് വിളിക്കും. അപ്പൊ വർക്ക് ഡൺ DW ആണ്. ആ സ്മോൾ ഡിസ്റ്റൻസിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് DW. അപ്പൊ DW ഈക്വൽ ടു F.dr, ഇന്റഗ്രൽ F.dr. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് കയറി വരും. എന്താ കാര്യം? ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ, അതിന് അഗൻസ്റ്റ് ആണ് എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യുന്നത്. ഫ്രം ഇൻഫിനിറ്റി ടു, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ആളെ ഏത് ഡിസ്റ്റൻസിൽ? R ഡിസ്റ്റൻസിലോട്ടാണ് കൊണ്ടുവരുന്നത്. സോ ഇൻഫിനിറ്റി ടു R കൊണ്ടുവരും. ക്ലിയർ? എന്നിട്ട് ഈ എഫിന് സബ്സ്റ്റിറ്റ്യൂഷനോ കൊടുക്കണം. പക്ഷെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷനോ കാര്യങ്ങളോ ഡെറിവേഷനോ ഈ ഇൻഡെപ്ത് അറിയുന്നില്ല. സോ അങ്ങനെ നമുക്ക് ചെയ്യുന്ന വർക്ക് ഡൺ കിട്ടും.
നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ കിട്ടും. ആ വർക്ക് ഡൺ ആണ് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ കാണാൻ പഠിച്ചു വെക്കേണ്ടത്. പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് 1/4πε0 Q/R. ഇതെന്ന് പറയുന്നത് K ആണ്. സോ പൊട്ടൻഷ്യൽ ഡയറക്റ്റ് എഴുതാം KQ/R. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട് ആ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ V = KQ/R. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഇനി അതേപോലെ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഡെറിവേഷൻ ഒന്നും ഇനിയും നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, ഇനിയും പഠിക്കേണ്ട കാര്യമില്ല. കോൺസെപ്റ്റ് ഇതാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. യെസ്, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ട്. ഈ ക്യൂ ചാർജിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് 1 ഉണ്ട്. അവിടുന്ന് അടുത്തൊരു ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് 2 ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ് ആണെന്ന് വിചാരിക്കുക. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്. അത് തന്നെയാണ് ഞാൻ ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഈ പൊട്ടൻഷ്യലിനെ V2 എന്ന് വിളിച്ചു, ഈ പൊട്ടൻഷ്യലിനെ V1 എന്ന് വിളിച്ചു. അതായത് 2ൽ നിന്ന് 1ലേക്ക് ഞാൻ ഒബ്ജക്റ്റിനെ കൊണ്ടുവരുവാണ്. അപ്പൊ 2ലെ പൊട്ടൻഷ്യലിനെ നമ്മൾ V2 എന്ന് വിളിക്കുന്നു, 1ലെ പൊട്ടൻഷ്യലിനെ നമ്മൾ V1 എന്ന് വിളിക്കുന്നു. ക്ലിയർ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കോൺസെപ്റ്റ് എന്തായിരുന്നു? ഒരു ക്യൂ ചാർജിന്റെ അറ്റ് എ ഡിസ്റ്റൻസ് ആറില് ഈ P പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താ നമ്മൾ പഠിച്ചത്? പൊട്ടൻഷ്യൽ കാണാൻ V = 1/4πε0 Q/R എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? പൊട്ടൻഷ്യലിന്റെ പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് R. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ടെസ്റ്റ് ചാർജ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ദ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് ആണ്. അപ്പൊ എന്തായാലും പെർ ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഈ Q എന്ന് പറഞ്ഞ ടേം, അതായത് ഈ കൊണ്ടുവരുന്ന ടെസ്റ്റ് ചാർജിന്റെ ടേം എന്തായാലും ഇക്വേഷനിൽ ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മളിവിടെ ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ 1/4πε0 Q/R ആണ്. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഈ Q ചാർജിനെ ഞാൻ ആദ്യം എടുത്ത് ഇവിടെ കൊണ്ടുവരും. എവിടെ കൊണ്ടുവന്നു? പോയിന്റ് 2ൽ കൊണ്ടുവന്നു. അപ്പൊ റൈറ്റ് നൗ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് നമുക്ക് V2 എന്ന് എഴുതാം. V2 = 1/4πε0 Q അറ്റ് എ ഡിസ്റ്റൻസ് R2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ടു ദിസ് പോയിന്റ്? പൊട്ടൻഷ്യൽ ദിസ് പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് R2. ഇനി എനിക്ക് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഫിനിറ്റി ഇരിക്കുന്ന ക്യൂ ചാർജിനെ ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരണം. ഞാൻ ഇൻഫിനിറ്റി ഇരിക്കുന്ന ഒരു ചാർജിനെ ഇവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ റൈറ്റ് നൗ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് R1 ആണ്. ഈ ഡിസ്റ്റൻസ് R1 ആണ്. ക്ലിയർ? സോ എനിക്ക് V1 എഴുതാൻ പറ്റും. V1 which is equal to 1/4πε0 Q divided by R1. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. രണ്ട് ഇക്വേഷൻ ബേസിക് ആയിട്ട് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ? ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചത്? ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കി ഇവിടെ മെയിൻ ഹെഡിങ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ V എന്ന് പറയുന്നത് സിംപ്ലി വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് ആണ്. അല്ലെങ്കിൽ ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ഡെൽറ്റ V ആരാ? V2 മൈനസ് V1 ആണ്. സോറി, എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. V2 മൈനസ് V1 അല്ല, V1 മൈനസ് V2 ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ V ആണ്. അപ്പൊ ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്. ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ അല്ലെ ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്. ഇൻഫിനിറ്റിയിൽ ഇരുന്ന ഒരാളെ ഞാൻ ആദ്യം കൊണ്ടുവച്ചത് V2ലാണ്, പിന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് V1ലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഫൈനൽ എന്ന് പറഞ്ഞാൽ V1 ആണ്, മൈനസ് ഇനിഷ്യൽ ആണ് ആര്? V2. സോ എനിക്ക് എന്താ എഴുതാം? V1 മൈനസ് V2. അപ്പൊ V1 മൈനസ് V2 എടുക്കും. ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 1/4πε0 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. 1/4π അല്ല, Qയും കൂടെ അതിന്റെ കൂടെ എഴുതാമല്ലോ, അല്ലെ? Q/4πε0
എപ്സിലോൺ സീറോ ഇൻറ്റു ഫൈനൽ ഇതാണ് അല്ലെ, V1 ആണ് ഫൈനൽ 1/R1 മൈനസ് 1/R2. ബേസിക് ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് Q/4πε0 1/R1 മൈനസ് 1/R2. നിങ്ങൾ ഇവിടെ നോക്കൂ, പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടോ, എ ആണ് ഫൈനൽ, ബി ആണ് ഇനിഷ്യൽ. അപ്പം നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് അവനെ കൊണ്ടുവന്നത്. ക്ലിയർ? അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്. ഈ ക്യൂ ചാർജിന്റെ ഫീൽഡിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ബേസ് ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്, ഈ ചാർജിന്റെ ഫീൽഡിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവൻ. ക്ലിയർ? Q/4πε0 1/R1 മൈനസ് 1/R2. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന വിശ്വാസത്തോടെ നമുക്ക് ഇത്തരം കാര്യം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? The value of electric potential at a distance 9 centimeter from the point charge. Simple question ആണ്. വാല്യൂ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? V is equal to 1/4πε0. അതാണ് KQ by distance R ആണ്. So which is equal to K യുടെ വാല്യൂ എനിക്കറിയാം 9 into 10⁻⁹ ആണ്. ഇൻറ്റു Q നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 4 into 10⁻⁻7. 4 into 10⁻⁻7 ഡിവൈഡഡ് ബൈ at a distance. എത്ര ഡിസ്റ്റൻസ്? 9 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുക. സോ 9 into 10⁻⁻2. ഡയറക്റ്റ് വാല്യൂസ് എളുപ്പത്തിൽ ചെയ്യാവുന്ന വാല്യൂസ് ആണ്. സോ ഇവിടുന്ന് ഒരു 9ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ 10⁻⁻2ഉം ഇവനെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു -5 വരും അല്ലേ? കറക്റ്റ് അല്ലേ? സോ എത്ര വരും ഫൈനൽ വാല്യൂ? 4 into 10⁻⁻, എത്ര വരും? 4 എന്ന് വരും. 10⁻⁴ വോൾട്ട് എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. 4 into 10⁻⁴ വോൾട്ട്, ഓപ്ഷൻ 4 എടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് വാല്യൂ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ നീറ്റിന് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. പക്ഷെ ഇത് മാത്രം ടൈപ്പ് മാത്രമായിരിക്കരുത്, കുറച്ചുകൂടെ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പായിട്ട് നമ്മുടെ മോക്ക് സീരീസിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ മാത്രമായിട്ട് വരുമ്പോൾ നമ്മൾ അതിലെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. യെസ്, അടുത്ത് നോക്കിയേ. ഫൈൻഡ് ദ വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 20 സെന്റിമീറ്റർ ടു 10 സെന്റിമീറ്റർ. കണ്ടോ, ഫ്രം 20 സെന്റിമീറ്റർ ടു 10 സെന്റിമീറ്റർ. അതായത് ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ബേസ് ചാർജ് Q ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന ഒരു Q ചാർജിനെ, അപ്പൊ ഇത് 20 സെന്റിമീറ്റർ ആണ്. നിങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണ്, എന്നിട്ട് ഇവിടെ എവിടെ കൊണ്ടുവച്ചു, ഇവിടത്തേക്ക് എത്തിച്ചു. അപ്പൊ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ എന്താ? ദ വർക്ക് ഡൺ ടു ടേക്കിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 20 വർക്ക് ഡൺ ടു ടേക്കിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ V. അതാണ് നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നിങ്ങൾ നോക്കൂ, V തന്നെയാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V2 - V1 ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ V ആണ്. അതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. Q/4πε0 into 1/R1 മൈനസ് 1/R2 ആണ്. R1 എന്ന് പറഞ്ഞാൽ ഫൈനൽ ആണ്, R2 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ആണ്. നമ്മൾ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ ആണ്. Qന്റെ വാല്യൂ എത്രയാണ്? 1 മൈക്രോ കുളം ആണ്. പോസിറ്റീവ് ചാർജ് ആണ്, 1 മൈക്രോ കുളം ആണ്. സോ 1 into 10⁻⁻6 into 1/4πε0. 1/4πε0 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 10⁻⁹ into 1/R1 മൈനസ് 1/R2. 1/R1 എത്രയാ? 10 ആണ്. R1 10 ആണ്. മൈനസ് 1/R2 എത്രയാ? R2, അതായത് ഇനിഷ്യൽ അല്ലെ, 20 ആണ്. ഇനി നിങ്ങൾ ഓർക്കുക, ഇത് സെന്റിമീറ്ററിലാണ്, നമ്മൾ ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു 10⁻⁻2 വരും. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 10⁻⁻2 വരും, ഇവിടെ ഒരു 10⁻⁻2 വരും. ഡിനോമിനേറ്ററിലാണ്. അപ്പൊ ഇൻറ്റു എഴുതുമ്പോൾ അത് 10⁻2 എന്ന് കോമൺ ആയിട്ട് എടുത്ത് പുറത്ത് എഴുതാം. മനസ്സിലാന്ന് വിചാരിക്കുന്നു. ഇത് സെന്റിമീറ്ററിനെ മീറ്ററിലാക്കുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 10⁻⁻2 വരും, ഇവിടെ ഒരു 10⁻⁻2. അപ്പൊ അത് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഡിനോമിനേറ്ററിൽ 10⁻⁻2. ഞാൻ അതെടുത്ത് മുകളിലോട്ടാണ് കൊടുത്തത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, മുകളിൽ കൊടുത്താലും താഴെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. അത്രയല്ലേ ഉള്ളൂ, വേറെ വാല്യൂസ് ഒന്നും ഇല്ലല്ലേ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആരൊക്കെയാണ്? ഇവിടെ നോക്കിക്കേ, ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ ഒരു 9ഉം ഇവിടെ ഒരു 6 കൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു 3 കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വരുന്ന വാല്യൂസ്, ഇവിടെ 9 ഉണ്ട്. 9 into
9 ഇൻറ്റു, ശ്രദ്ധിച്ചിരിക്കണം, 9 ഇൻറ്റു ഇവിടെ 10⁻³ ഉണ്ട്, ഇവിടെ 10⁻² ഉണ്ട്. സോ 10⁻5 എന്ന് എഴുതാം അല്ലെ, 10⁻5 ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 20 - 10. സോ -10 ഡിവൈഡഡ് ബൈ 200 എന്ന് കിട്ടും. -10 ഡിവൈഡഡ് ബൈ 200 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പൊ 200ന്റെ 2 സീറോയും അതേപോലെ 200ന്റെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയുടെ കട്ട് ചെയ്ത് 10⁻³ വരും. 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. അപ്പൊ 4.5 ഇൻറ്റു 10⁻³ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടെ ഒരു 10 കൂടെ ഉണ്ട്. സോ 10⁻4 വോൾട്ട്. 4.5 ഇൻറ്റു 10⁻4, 4.5 ഇൻറ്റു, അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. 4.5 ഇൻറ്റു 10⁻, അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ അങ്ങനെ അങ്ങ് തിരുത്താം അല്ലെ, ഇത് അങ്ങനെ അങ്ങ് തിരുത്തിയാൽ പോരെ, ഇതങ്ങനെ അങ്ങ് തിരുത്തുക കേട്ടോ. ഇതെന്ന് പറയുന്നത് 10⁻4 ആണെന്ന് ഓർത്താൽ മതി. യെസ്, അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ 2 എടുക്കും. ടൈപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോറി, അടുത്തൊരു കോൺസെപ്റ്റ് ആണ്. എന്താ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. എനിക്ക് പി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. പി എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളൊരു ടെസ്റ്റ് ചാർജ് എടുത്ത് ഇവിടെ കൊണ്ടുവെക്കും. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ചാർജസ്. അപ്പൊ ഇവർ ഓരോരുത്തരും തരുന്ന പൊട്ടൻഷ്യൽ കാണുക, ഇൻഡിവിജ്വലി കാണുക, അതിന്റെ സമ്മേഷൻ എടുത്തേക്കുക, ചുമ്മാ സ്കെലാർ അഡീഷൻ എടുത്തേക്ക്. അപ്പൊ ഇവിടെ ഒരു പി പോയിന്റുമായിട്ട് R1 ഡിസ്റ്റൻസിലാണ് Q1. അപ്പൊ Q1 തരുന്നത് 1/4πε0 Q1/R1. അടുത്ത ഇതാ തരാൻ പോകുന്നത് 1/4πε0 Q2/R2. അടുത്തത് ഇവൻ തരുന്നത് 1/4πε0 Qn/Rn. അപ്പൊ 1/4πε0 പുറത്തേക്ക് ഇങ്ങനെ മാറ്റും. Q1/R1 പ്ലസ് Q2/R2 എക്സെട്ര അപ് ടു ചെയ്യുക, Qn/Rn ചെയ്തേക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? വളരെ ബേസിക് ഡയറക്റ്റ് അഡീഷൻ എടുത്താൽ മതി, വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് എ ഹാസ് എ ചാർജ് Q ഇൻ ഈച്ച് വെർട്ടിസസ്. അപ്പൊ ഇവന്റെ സൈഡ് എ ആണെന്ന് നമുക്ക് തന്നു. ഓക്കെ, പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ ഓഫ് ദ ഹെക്സഗൺ, ഹെക്സഗണിന്റെ സെന്ററിന്റെ ഒന്നുമില്ല. എന്താ പൊട്ടൻഷ്യൽ കാണാൻ? ഇവിടെ നോക്കിക്കേ, ഇത് സൈഡ് എ ആണ്. അപ്പൊ ഈ കാണുന്ന ഡിസ്റ്റൻസ് നമുക്കറിയാം, ഈ കാണുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഒരു ഹെക്സഗൺ ആകുമ്പോൾ, ഒരു റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ നമ്മൾ ഇപ്പൊ വരച്ചിരിക്കുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സോ ഈ കാണുന്ന സൈഡും എ തന്നെയാണ്, എ തന്നെയാണ്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഒരാള്, ഒരു ക്യൂ ചാർജ്, അതെന്ന് പറയുന്നത് എത്രയാ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഒരാള് 1/4πε0 Q ബൈ ഡിസ്റ്റൻസ് എ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ എന്ത് ചെയ്താൽ മതി? 6 ടൈംസ് ഒരാളുടെ പൊട്ടൻഷ്യൽ എടുത്താൽ പോരെ. കാര്യം അതായത് 6 ചാർജുകളാണുള്ളത്, ചുമ്മാ ആഡ് ചെയ്താൽ മതി എന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചത്. സോ 6 ഇൻറ്റു വി. ഈ 1/4πε0 ഓപ്ഷനിൽ കെ ആണ്, അപ്പൊ നമുക്ക് കെ എന്ന് തന്നെ വിളിക്കാം. സോ 6kQ/A. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ആണ്. 6kQ/A. ഓപ്ഷൻ 2 എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുന്നു എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇത് ചെയ്തു പോകുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 4 charges plus Q minus Q plus Q minus Q are placed at corners of a square as taken in order. Plus Q minus Q plus Q minus Q. ഫിഗർ തന്നില്ലെങ്കിൽ നമുക്കത് വരയ്ക്കാൻ പറ്റണം. സെയിം ടേക്കൺ ഇൻ ഓർഡർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേ ഓർഡറിൽ അങ്ങ് വരയ്ക്കുക. അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ക്വയർ, സെന്റർ ഓഫ് ദ സ്ക്വയറിലെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലുകളും എന്താണെന്നുള്ള റിലേഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളോട് ശ്രദ്ധിച്ച് ചോദിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്ഷനിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഫോഴ്സ് തന്നെയാണ് അല്ലെ? F is equal to ആണ് QE. അപ്പൊ E എന്ന് പറഞ്ഞാൽ F/Q, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ്, ഒരു പോസിറ്റീവ് 1 കുളമ്പ് ചാർജ് കൊണ്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഇവിടെ നോക്കിക്കോ മക്കളെ. റൈറ്റ് നൗ ഈ ക്യൂ ചാർജ് ഇവനെ എന്ത് ചെയ്യും? ഈ ക്യൂ ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആണോ? അറ്റ് ദ സെയിം ടൈം ഈ ക്യൂ ചാർജിനെ ഇവൻ അട്രാക്ട് ചെയ്യും. കാര്യം ഇത് പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജിനെ ഇവൻ റിപ്പൽ ചെയ്യും, പക്ഷെ ഈ നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. അതിൽ ആർക്കും ഡൗട്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഈ ക്യൂ ചാർജ് ഇവനെ തിരിച്ച് റിപ്പൽ ചെയ്യും അല്ലേ?
ഈ ക്യൂ ചാർജ് ഈ പോസിറ്റീവിനെ റിപ്പൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ ക്യൂ ചാർജ് ഇവനെ അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവൻ ഒപ്പോസ് ചെയ്യുന്നു, ഇത് തിരിച്ച് ബാലൻസ് ചെയ്ത് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവൻ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും, അറ്റ് ദ സെയിം ടൈം ഇവൻ തിരിച്ച് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. ആണോ? അപ്പൊ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്ര ആയിപ്പോ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിപ്പോ. ഈ നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിപ്പോ. കാര്യം അവര് എല്ലാവരും പരസ്പരം ക്യാൻസൽ ആയിപ്പോ. അത് അവിടെ ഇക്വിലിബ്രിയത്തിൽ അവിടെ ഇരുന്നോളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഇവിടെ കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ. പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ കാണാൻ ഇൻഡിവിജ്വൽ ചാർജുകളുടെ സം എടുത്താൽ പോരെ. സോ പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് പോസിറ്റീവ് ക്യൂ അത് 2 എണ്ണം ഉണ്ട്. അതേപോലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ക്യൂ അതും 2 എണ്ണം ഉണ്ട്. സോ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഇത് എന്നാ വരും? 2 ടൈംസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് എത്രയാ? കെ ക്യൂ ബൈ ഈ കാണുന്ന ഡിസ്റ്റൻസ് നമുക്കിപ്പോ R എന്ന് വിളിക്കാം. അപ്പൊ കെ ക്യൂ ബൈ R ആണ്. പ്ലസ് അടുത്ത പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് വരുന്നത് -2 കെ ക്യൂ ബൈ R എന്ന് വരും. അപ്പൊ ഇവന്മാരും കട്ടായി പോകും. ഫൈനലി പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ ഓൾസോ 0 ആയിട്ട് മാറും. സോ ഇലക്ട്രിക് ഫീൽഡും 0 ആണ്, പൊട്ടൻഷ്യൽ അറ്റ് സെന്ററും 0 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ആൻസർ ഈസ് ഓപ്ഷൻ 1. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിക്കോ, വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഒരു ചാർജ് തരുന്നത് കെ ക്യൂ ബൈ R ആണെന്ന് എനിക്കറിയാം. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് കെ ക്യൂ ബൈ R ആണെന്ന് നമുക്കറിയാം. അപ്പൊ കെ ക്യൂ ബൈ R തരുന്ന 2 ചാർജുകളുണ്ട്, പ്ലസ് ചാർജ് ഉണ്ട്, പ്ലസ് ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് 2 ടൈംസ് ആയത്. അതേപോലെ മൈനസ് കെ ക്യൂ ബൈ തരുന്നത് ഈ മൈനസും ഈ മൈനസും ഉണ്ട്. അപ്പൊ അതും +2 ടൈംസ് ആയി. സോ അവർ ക്യാൻസൽ ഔട്ട് ആയി. നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും 0. പൊട്ടൻഷ്യലും 0 ആണ്, ഇലക്ട്രിക് ഫീൽഡ് 0. സോ ഓപ്ഷൻ 1 എടുക്കാം. ക്ലിയർ? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിന്റെ ഡെറിവേഷൻ ആക്ച്വലി ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഒരു കാരണവശാലും ഡെറിവേഷൻ നമ്മൾ ഇപ്പൊ പറയുന്നില്ല. ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല. ഈവൻ റിപ്പീറ്റർ ബാച്ചിൽ പോലും നമ്മൾ റെസിഡൻഷ്യൽ ബാച്ചിലൊക്കെ ഇതിന്റെ ഡെറിവേഷൻ പറയാറുണ്ട്. റിപ്പീറ്റർ ബാച്ചിൽ പോലും നമ്മൾ അവരോട് പറയാറുണ്ട് ഡയറക്റ്റ് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോൾ തരുന്ന പൊട്ടൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് V എന്ന് പറയുന്നത് K ഇൻറ്റു പി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R² എന്നാണ്. ജനറൽ ഇക്വേഷൻ ആണ്. അത് ഒരു തീറ്റ ആംഗിളിൽ ഒരു ഡൈപോളിന്റെ, നമുക്കറിയാം ഇതൊരു ഡൈപോൾ ആണ്. ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസിൽ അത് ഡൈപോളുമായിട്ട് ഡൈപോളിന്റെ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ R ഡിസ്റ്റൻസിൽ P പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ആണ്. പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P ആണിത്. പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P കെ പി കോസ് തീറ്റ ബൈ R². ഇവിടെ തന്നിട്ടുണ്ട് പൊട്ടൻഷ്യൽ കാണാൻ 1/4πε0. അതാണ് കെ പി കോസ് തീറ്റ ബൈ R². ഇത് അതിന്റെ വെക്ടർ ഫോം ആണ്. R² ഇൻറ്റു R ക്യാപ്പിനെ മാറ്റി കഴിയുമ്പോൾ കിട്ടുന്നതാണ് വെക്ടർ ഫോം ആണ്. വെക്ടർ ഫോം എന്ന് അറിഞ്ഞില്ലെങ്കിൽ സാരമില്ല, പക്ഷെ ഇവനെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഇത് വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇനി ഒരു കാര്യം, 1-2 കാര്യങ്ങൾ നമുക്ക് പറയാം. ഇത് ജനറൽ ആംഗിൾ തീറ്റയിലാണ്. ഈ തീറ്റ ആംഗിൾ ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ, അതായത് അലോങ് ദി ആക്സിയൽ ലൈനിലാണെങ്കിൽ തീറ്റ 0 ആവും, കോസ് 0 1 ആവും. ഇത് മാക്സിമം ആവും ഓൺ ദി ആക്സിയൽ ലൈൻ. ക്ലിയർ? ആക്സിയൽ ലൈനിലേക്ക് ഇവിടെ പോസിറ്റീവ് സൈഡിന്റെ ഇപ്പുറത്തേക്ക് ഒരു ആക്സിയൽ ലൈനിലാണ് നമ്മളൊരു പോയിന്റ് എടുക്കുന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യുവാണ്, ഉറപ്പായിട്ടും ആ തീറ്റ 0 ആയിട്ട് മാറും. അപ്പൊ കോസ് 0 1 ആണ്, അത് മാക്സിമം ആവും. ഇനി ഇതിന്റെ ഇക്വിറ്റോറിയൽ ലൈനിലാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ പോയിന്റ് P നമ്മൾ ഇവിടെയാണ് എടുക്കാൻ പോകുന്നത്. ക്ലിയർ? പോയിന്റ് P. അപ്പൊ ഇക്വിറ്റോറിയൽ ലൈനിലാണ് എടുക്കുന്നതെങ്കിൽ ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് മാറും. ഇപ്പൊ 90 ഡിഗ്രി കോസ് 90 0 ആയിപ്പോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ എന്തുണ്ട്? പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈനിൽ അല്ലെങ്കിൽ അതിന്റെ ബൈസെക്ടർ ലൈൻ, പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്ന ലൈനിലെ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാര്യം തീറ്റ 90 ഡിഗ്രി ആയി, കോസ് 90 0 ആണ്. നമ്മൾ ഇക്വേഷൻ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺ ദി ആക്സിയൽ ലൈൻ തീറ്റ 0 ആണ്. വാല്യൂ കെ പി ബൈ R² എന്ന് കിട്ടും. 1/4πε0 P ബൈ R² എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം തീറ്റ 180 ആവാം. ഉറപ്പായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. ഇപ്പുറത്തെ സൈഡിൽ എപ്പോഴും ഈ ആംഗിൾ ആണ് എടുക്കുന്നത്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ 180 ഇങ്ങനെ വരും. 180 ഇങ്ങനെ വരും. ഇവിടെ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് നെഗറ്റീവ് ആയിട്ട് മാറും. ആൻഡ് വെൻ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി പൊട്ടൻഷ്യൽ ഈസ് 0 അലോങ് ദി ഇക്വിറ്റോറിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈനിൽ എവിടെ എടുത്താലും ഒരു ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതൊന്ന് നോട്ടീസ് ചെയ്ത് വെച്ചോളുക. യെസ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കി വരാം.
എ ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഹാസ് എ ഡൈപോൾ മൊമെന്റ് ഓഫ് 16 into 10 raised to minus 9 coulomb meter. The electric potential due to the dipole at a point at a distance of 0.6 meter from the center of the dipole. Okay, 0.6 meter from the center of the dipole. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത് ഡ്യൂ ടു ഡൈപോൾ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇക്വേഷൻ പഠിച്ചതേ ഉള്ളൂ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത് 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. 1/4πε0 9 into 10 raised to 9. ഈ 1/4πε0 എന്ന് തന്നെ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. കെ പി എന്ന് പഠിച്ചാലും മതി, കെ എന്ന് വെച്ച് പഠിച്ചാൽ മതി. 9 into 10 raised to 9. ഓക്കെ, 9 into 10 raised to 9. പി എന്ന് പറയുമ്പോൾ തന്നിട്ടുണ്ടോ? ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട് അല്ലെ? പി ഡൈപോൾ മൊമെന്റ് ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡൈപോൾ പഠിച്ചതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അതൊന്ന് എടുത്തെടുത്ത് പറയാത്തത്, അതിന്റെ ഡയറക്ഷൻ ഒന്നും പറയാത്തത്. അതൊക്കെ നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ 9 into 10 raised to 9 into പി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നു 16 into 10 raised to minus 9 into cos theta. തീറ്റ തന്നിട്ടുണ്ടോ? എത്രയാണോ മക്കളെ? തീറ്റ തന്നിട്ടുണ്ടോ? മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. അതായത് ഇതൊരു ഡൈപോൾ ആണ്. നമുക്കറിയാം ഡൈപോൾ മൊമെന്റിന്റെ ഡിറക്ഷൻ ഇങ്ങോട്ടാണ്. നമ്മൾ എടുക്കുന്ന പോയിന്റ് പി എന്ന് പറയുന്നത് ഇവിടെ ആണ് പോയിന്റ് പി. ഈ കാണുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. ക്ലിയർ? ആ കാണുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. സോ അവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. cos 60 എന്ന് വരും. cos 60 എന്ന് പറയുമ്പോൾ 1/2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ എത്രയാണോ മക്കളെ? ആർ എത്ര? 0.6 മീറ്റർ ആണ്. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് ആർ. ഇതെന്ന് പറയുന്നത് 0.6 മീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആർ സ്ക്വയർ 0.6ന്റെ സ്ക്വയർ 36, അത് 0.36. അപ്പൊ 36 0.36 ആണ്. 0.36 ആണ്. അതിനെ 36 ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 36 ആയി. അപ്പൊ താഴെ ഒരു 100 വരും ഇൻറ്റു 10 raised to minus 2. ഓക്കെ അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കട്ട് ചെയ്യാം. 10 raised to minus 9 10 raised to 9 കട്ട് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് 9 36 കട്ട് ചെയ്യാം. 4 times അല്ലേ? യെസ്. 4 into 2 8 ആണ്. അല്ലെങ്കിൽ ഇതൂടെ കട്ട് ചെയ്തു 8 ആണ്. ഇതൂടെ കട്ട് ചെയ്യുമ്പോൾ 4 ആയി. സോ 4 into വേറെ ഇനി 10ന്റെ പവർ ഇവനല്ലേ ഉള്ളു. 4 into 10 raised to 2 എന്ന് കിട്ടും. 4 into 10 raised to 2 ദാറ്റ് ഈസ് 400 വോൾട്ട് എന്ന് കിട്ടും. 400 വോൾട്ട് എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ. യെസ്, ഓപ്ഷൻ 1 എടുക്കാം. ഓപ്ഷൻ 1 ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മക്കളെ ഇത് മനസ്സിലാക്കി പോണം. ഞാൻ വലിയ തമാശയും ചിരിയും കളിയായിട്ടല്ല ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ ഫൈനൽ പ്രിപ്പറേഷൻ. ഇനിയും ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ തിയറി പഠിക്കാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഇരിക്കേണ്ടി വരരുത്. ആ രീതിയിൽ തന്നെയാണ് കോൺസെപ്റ്റും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ സിൻസിയർ ആയിട്ട് സീരിയസ് ആയിട്ടിരിക്കുക. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? അറ്റ് എനി പോയിന്റ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ലൈൻ ജോയിനിങ് ഓഫ് 2 equal and opposite ചാർജസ്. നമ്മളിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ. 2 equal and opposite ചാർജസ് എന്ന് പറഞ്ഞാൽ അത് ഡൈപോൾ ആണ്. അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരയ്ക്കും. അപ്പൊ അതെന്ന് പറയുന്നത് ഏത് ലൈനാണ്? ഇക്വിറ്റോറിയൽ ലൈൻ ആണ്. ഒരു ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ഒരു ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് പഠിച്ചിരുന്നു. കുറച്ചു മുമ്പ് പഠിപ്പിച്ചിരുന്നു. ആക്സിയൽ ലൈനിൽ മാക്സിമം ആയിരിക്കും, ഇക്വിറ്റോറിയൽ ലൈനിൽ 0 ആയിരിക്കും. അതല്ലേ ചോദിച്ചിരിക്കുന്നത്? അറ്റ് എനി പോയിന്റ് ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ ജോയിനിങ് 2 equal and opposite charge the electric field is 0. ഇലക്ട്രിക് ഫീൽഡ് 0 ആണോ? അല്ല. ഇക്വിറ്റോറിയൽ ലൈനിലും ആക്സിയൽ ലൈനിലും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് E is equal to 2 kp by r ക്യൂബും kp by r ക്യൂബ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. നെറ്റ് ഫീൽഡും ഒക്കെ കാണാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജനറൽ പോയിന്റിലെ ഫീൽഡും ഒക്കെ പഠിപ്പിച്ചാണ് കഴിഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും 0 ആവത്തില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് 0. യെസ്, ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് 0. ആക്സിയൽ ലൈൻ ഇക്വിറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. സോ ആൻസർ കിട്ടി. അത് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
The electric field E is constant in both magnitude and direction. Consider a path of length D at an angle 60 degree with respect to the field line shown in the figure. Okay, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ട്, ഇവിടെ 1, 2 എന്ന് പറഞ്ഞൊരു പാത്ത് ഉണ്ട്, അത് ഫീൽഡ് ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. The potential difference between point 1 and 2, ഈ 1നും 2നും ഇൻ ബിറ്റ്വീൻ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനാണ് ചോദിച്ചത്. നമുക്കത് പല രീതിയിൽ ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ ശ്രദ്ധിച്ചേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ വി എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു ക്യൂ ചാർജിനെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാണ്, ഡി ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കാം. വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എടുക്കാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എടുക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ ക്യൂ ചാർജ് ഇവിടുന്ന് ഇവിടെ വരെ എത്തിയപ്പോൾ ഫോഴ്സ് ഇവിടെ ഏത് ഡയറക്ഷനില്ല? ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനില്ല. ക്യൂ ചാർജിൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ ഇ ആണ്. അപ്പൊ ഈ ക്യൂ ചാർജ് ഈ ഡയറക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ ഇ ആണ്. അതിൽ ആർക്കും ഡൗട്ട് ഇല്ല. ഇനി ഈ കാണുന്ന ഡിസ്റ്റൻസ് ഡി അല്ലേ? ആണോ? ശ്രദ്ധിച്ചിരിക്കണേ, ഈ കാണുന്ന ഡിസ്റ്റൻസ് ഡി അല്ലേ? ഈ ആംഗിൾ തീറ്റ അല്ലേ, അല്ലെങ്കിൽ 60 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനില് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ വരുന്ന ഈ ഡിസ്പ്ലേസ്മെന്റിനെ എനിക്ക് ഡി, ഇത് ഡിസ്റ്റൻസ്, ഇത് ഡി കോസ് 60 എന്ന് വിളിച്ചുകൂടെ? അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എഴുതിയത്? അല്ലെങ്കിൽ നമുക്ക് കളർ മാറ്റാം, എനിക്കറിയില്ല നിങ്ങൾക്കത് കാണാൻ പറ്റുമോ. സോ ഞാൻ ആ കളർ ഒന്ന് മാറ്റി പിടിക്കാം. ഈ കാണുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്, അതിനെ എനിക്ക് ഡി കോസ് 60 എന്ന് വിളിച്ചുകൂടെ? ഡി കോസ് 60. നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് ഡിസ്റ്റൻസ് ഡി അല്ലേ, ഈ ആംഗിൾ 60 അല്ലേ, അപ്പൊ ഇത് ഡി കോസ് 60, ഇത് ഡി സൈൻ 60 ആണ്. അപ്പൊ ഇത് ഡി കോസ് 60 ആണ്. ഈ ഡി, ഇത് ഇവിടുന്ന് ഇവിടെ വരെ എത്തുമ്പോൾ ഹൊറിസോണ്ടലി കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡി കോസ് 60 ആണ്. ഹൊറിസോണ്ടലി ഉള്ള ഫോഴ്സ് ക്യൂ ഇ ആണ്. ക്യൂ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ ഇ ആണ്. അപ്പൊ ഹൊറിസോണ്ടലി മാത്രമുള്ള ഫോഴ്സ് ക്യൂ ഇ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഡി കോസ് തീറ്റ ആണ്. അപ്പൊ വർക്ക് ഡൺ കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് എടുക്കാം. ഫോഴ്സ് ഇൻറ്റു അവിടുത്തെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചാർജ് ക്യൂ എന്ന് എടുക്കാം. സോ ഫോഴ്സ് എത്രയാ? ക്യൂ ഇ ആണ്. ഫോഴ്സ് ക്യൂ ഇ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഡി കോസ് 60 ആണ്, ഡിവൈഡഡ് ബൈ ചാർജ് ക്യൂ എടുത്താൽ ഇവിടുന്ന് ക്യൂവും കട്ടായിപ്പോ. സോ അവിടെ വാല്യൂ കിട്ടുന്നു ഇ ഡി കോസ് 60. ഇ ഡി കോസ് 60 ഓപ്ഷൻ 2 എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണ്? യെസ്, പക്ക. എന്നാൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. ഇതൊക്കെ ഡെറിവേഷൻ ഉള്ളതാണ്. നമുക്ക് ഡെറിവേഷൻ ആയിട്ടൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ചാർജ്ഡ് റിംഗ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒരു റിംഗ് ഉണ്ട്, ഒരു റിംഗിന്റെ റേഡിയസ് r ആണ്. അതിന്റെ സെന്ററിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി പി പോയിന്റിലെ പൊട്ടൻഷ്യൽ. ജനറൽ ഇക്വേഷൻ ഇതാണ്. ജനറൽ ഇക്വേഷൻ 1/4πε0 q ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടാണ് നമ്മൾ ആക്ച്വലി ഒരു എലമെന്റ് എടുക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ kq/r ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ഈ കാണുന്നത് ഇത് എക്സ് ആണ്, ഇത് r ആണ്. ഈ കാണുന്നത് അതിന്റെ ഹൈപ്പോട്ടനസ് √r² + x² ആണ്. സോ ആ വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ഇനി അത് സെന്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് എക്സ് 0 ആയിപ്പോ, അപ്പൊ എക്സ് 0 ആകുമ്പോൾ ഈ ടൈം 0 ആയിപ്പോ, അപ്പൊ √r² എന്ന് വരും. സോ 1/4πε0 q/r ആണ് അറ്റ് സെന്റർ. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ക്ലിയർ? അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അല്ല, നമുക്കിപ്പോ ഇത് ഡിറൈവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. എലമെന്റ് എടുത്ത്, ചെറിയ എലമെന്റ് ഒക്കെ എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങളിതിപ്പം ഇന്റഗ്രേഷണൽ മെത്തേഡ് ഒന്നും ഞാൻ പറയുന്നില്ല. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ചാർജ്ഡ് സോളിഡ് കണ്ടക്ടിങ് സ്ഫിയർ ഓർ സ്ഫെറിക്കൽ ഷെൽ. ചാർജ്ഡ് സോളിഡ് കണ്ടക്ടിങ് സ്ഫിയർ അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഷെല്ല്. ശ്രദ്ധിച്ചിരിക്കണം. പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് r, ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ്. അതിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് മാറി ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് kq/r ആണ് അല്ലെ. പൊട്ടൻഷ്യൽ r ഡിസ്റ്റൻസ് മാറി v = kq/r ആണ്. ഇവന്റെ ചാർജ് ആണ് q. ഓക്കെ, kq/r ആണ് അറ്റ് എ ഡിസ്റ്റൻസ് r. ഇനി ഈ r ഡിസ്റ്റൻസ് ഏതോ ദൂരെയാണ്, മറിച്ച് അത് സർഫസിലേക്ക് എത്തുമ്പോഴത്തേക്ക് സ്മോൾ r ക്യാപിറ്റൽ r ആയിട്ട് മാറും. അപ്പൊ ഇതിനെ നമുക്ക് ക്യാപിറ്റൽ r ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ kq/r എന്ന് കിട്ടും.
ഇതറ്റ് ഡിസ്റ്റൻസ് ആണ്, ഇതറ്റ് സെന്റർ ആണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ഇൻസൈഡ്. കാര്യം നിങ്ങൾ നോക്കിക്കേ, ചാർജ്ഡ് സോളിഡ് കണ്ടക്ടിങ് സ്ഫിയർ ആണ്, ചാർജ്ഡ് സോളിഡ് ആണ്, നോൺ കണ്ടക്ടിങ് അല്ല, ചാർജ്ഡ് സോളിഡ് കണ്ടക്ടിങ് സ്ഫിയർ ആണ്. വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു പാർട്ട് 2-ല്, ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പാർട്ട് 2-ല് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺസെപ്റ്റ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ചാർജ്ഡ് സ്ഫിയറും അതുപോലെ കണ്ടക്ടിങ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ കാണിക്കുന്നുണ്ട് ആ ഫിഗറിൽ ഓൾറെഡി. നിങ്ങൾ ഓർത്ത് വെച്ചോണം എപ്പോഴും, സോളിഡ് കണ്ടക്ടിങ് സ്ഫിയറോ അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഷെല്ലോ ആണെങ്കിൽ ചാർജ് ഇതിന്റെ സർഫസിൽ മാത്രമായിരിക്കും അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇൻസൈഡ് ചാർജ് 0 ആണ്. അതുകൊണ്ട് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡും 0 ആണെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ ഇത് പഠിച്ചതാണ്, ഇതിന്റെ ഒരു ഗ്രാഫ് എന്നിട്ട് ഇങ്ങനെ ഇൻവേഴ്സ് മാത്രം ഉള്ളത്. പക്ഷെ അത് നോൺ കണ്ടക്ടിങ് ആകുമ്പോഴത്തേക്ക് ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, അതായത് ഇതിന്റെ തൊട്ട് മുമ്പ് വൺ ഷോട്ടിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പാർട്ട്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിലെ പാർട്ട് 2-ൽ ഞാൻ പഠിപ്പിച്ച കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ടക്ടിങ് സ്ഫിയർ ആണ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെൽ ആണെങ്കിൽ എപ്പോഴും ഓർത്തുള്ള ഔട്ടർ മോസ്റ്റിൽ മാത്രമാണ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇൻസൈഡ് നെറ്റ് ചാർജ് 0. അപ്പൊ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0. സോ ഇൻസൈഡ് ചാർജ് ഉണ്ടോ? ഇല്ല. സോ ഇൻസൈഡ് പൊട്ടൻഷ്യൽ, ശ്രദ്ധിച്ചിരിക്കണം, വെരി ഇമ്പോർട്ടന്റ്. സാധാരണ എല്ലാവരും കയറി അങ്ങ് ചിന്തിക്കും സോ ഇൻസൈഡ് പൊട്ടൻഷ്യൽ 0. അങ്ങനെ അല്ല, ഇൻസൈഡ് പൊട്ടൻഷ്യൽ 0 എന്നല്ല, ഇൻസൈഡ് ചാർജ് 0 ആണ്, ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പക്ഷെ ഇൻസൈഡ് പൊട്ടൻഷ്യൽ, സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയാണ് ഇൻസൈഡ്. അകത്ത് ഏത് പോയിന്റ് എടുത്താലും അത് തന്നെയാണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വി ഇൻസൈഡ്, വി സെന്റർ, വി സർഫസ്. സെന്റർ ആയിക്കോട്ടെ, ഇൻസൈഡ് ഒരു പോയിന്റ് ആയിക്കോട്ടെ, സർഫസ് ആയിക്കോട്ടെ. ഈവൻ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഒരു സ്മോൾ ആർ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാലും അത് സർഫസിലെ പൊട്ടൻഷ്യൽ ഇക്വലന്റ് ആയിരിക്കും. അതായത് വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക, സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെ ആയിരിക്കും ഇൻസൈഡ്. ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓൾറെഡി നമ്മൾ പലതവണ പഠിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അതുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെൽറ്റ വി എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ്. അപ്പൊ വർക്ക് ഡൺ കാണാൻ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, വർക്ക് ഡൺ ഈക്വൽ ടു Q ഇൻറ്റു ഡെൽറ്റ വി അല്ലെങ്കിൽ V2 മൈനസ് V1 എന്നൊക്കെ പറയാം. Q ഇൻറ്റു ഡെൽറ്റ വി, വർക്ക് ഡൺ ഈക്വൽ ടു Q ഇൻറ്റു ഡെൽറ്റ വി. അപ്പൊ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒരു യൂണിറ്റ് ചാർജിനെ, ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ നിങ്ങൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ സർഫസ് വരെ കൊണ്ടുവരാൻ നമ്മൾ വർക്ക് ഡൺ ചെയ്യും. സർഫസ് വരെ കൊണ്ടുവരാൻ വർക്ക് ചെയ്യും. കാര്യം എന്താ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡെൽറ്റ വി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലാണ്. പക്ഷെ സർഫസിൽ നിന്ന് സെന്ററിലോട്ട് കൊണ്ടുവരാൻ അവിടെ വർക്ക് ഡൺ ചെയ്യേണ്ടി വരത്തില്ല. വൈ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0. പൊട്ടൻഷ്യലിന് ചേഞ്ച് ഇല്ല, സർഫസ് വരെ ഉള്ളു പൊട്ടൻഷ്യൽ ചേഞ്ച്, പൊട്ടൻഷ്യലിനൊക്കെ ഡിഫറൻസ് വരത്തുള്ളൂ. സർഫസ് തൊട്ട് സെന്ററിലോട്ടുള്ള പൊട്ടൻഷ്യലിന്റെ ചേഞ്ച് 0 ആണ്. സോ വർക്ക് ഹാസ് ടു ബി ഡൺ എന്ന് പറയുന്നത് 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇൻഫിനിറ്റി ഇരിക്കുന്ന ആളെ സർഫസ് വരെ കൊണ്ടുവരാൻ നമ്മൾ വർക്ക് ഡൺ ചെയ്യണം. പക്ഷെ സർഫസ് എത്തിക്കഴിഞ്ഞ് ഇൻസൈഡിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ there is no work done. Work done should be 0. Why? Because there is no change in potential. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ആർ ഡിസ്റ്റൻസിൽ 1/4πε0 Q by R ആണ്. അറ്റ് സർഫസിൽ അത് 1/4πε0 Q by അത് ക്യാപിറ്റൽ R, റേഡിയസ് R ആയിട്ട് മാറും. If center at any point, every point inside the surface, it is a constant. It is a constant value. Very, very, very important point. Very, very important concept. Delta V 0 ആവുന്നു ഇൻസൈഡ് ആയി കഴിയുമ്പോഴത്തേക്ക്. സോ വർക്ക് ഡൺ ഷുഡ് ബി 0. വർക്ക് ഡൺ ചെയ്യണ്ട. സോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എ വർക്ക് ഹാസ് ടു ബി ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ സർഫസ്. സർഫസ് വരെ ചെയ്യണം, അത് കഴിഞ്ഞ് അകത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ചെയ്യണ്ട. വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വേഴ്സസ് ഡിസ്റ്റൻസിന്റെ ഗ്രാഫാണ്. കണ്ടോ? സെന്ററിലെ വാല്യൂ അതാണ് V ഈക്വൽ ടു 1/4πε0 Q by R. സെന്റർ തൊട്ട് സർഫസ് വരെയും കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഔട്ട്സൈഡ് വാല്യൂ നമ്മളിപ്പോ പഠിച്ചതാണ്. ഔട്ട്സൈഡ് വാല്യൂ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത് 1/4πε0 Q by R ആണ്. സോ നമുക്ക് ഇവിടെ പറയാം പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആയിരുന്നു അല്ലെ, ഔട്ട്സൈഡ്. സോ ഇൻവേഴ്സ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഈ ഗ്രാഫും ഫിഗറുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ഫെറിക്കൽ ഷെൽ. കണ്ടോ? സ്ഫെറിക്കൽ ഷെൽ. അപ്പൊ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. സ്ഫെറിക്കൽ ഷെൽ. അപ്പൊ ഷെൽ ആകുമ്പോൾ ചാർജ് എവിടെയേ ഉള്ളൂ? ഔട്ട്സൈഡിൽ മാത്രമേ ഉള്ളൂ. ഔട്ട്സൈഡ് മാത്രമേ അക്യുമുലേറ്റ് ചെയ്യുന്നുള്ളൂ.
അതായത് ഔട്ട്സൈഡ് എന്നല്ല, ഐ എം റിയലി സോറി, ഞാൻ പറഞ്ഞത് തെറ്റാണ്. സർഫസ് കേട്ടോ, സർഫസിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യും, സർഫസിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. ക്ലിയർ? ഓക്കെ. എ സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. ഇതിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 10 സെന്റിമീറ്റർ ആണ്. ഇനി എന്താ ചോദിച്ചത്? ക്യാരിങ് എ ചാർജ് ക്യൂ, ഇവന്റെ ചാർജ് ക്യൂ ആണ്. ഓക്കെ. ഇഫ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അത് കാണാനല്ല, ഫ്രം ദി സെന്റർ സ്ഫെറിക്കൽ ഷെൽ ഈസ് V1, V2 ആൻഡ് V3. ഓക്കെ. ഇവിടെ 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ മക്കളെ ഇതിനകത്തൊരു പോയിന്റ് ആണ്, അതാണ് V1. 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സർഫസ് ആണ്, അതാണ് V2. 15 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ദൂരെ ഒരു പോയിന്റ് ആയിട്ട് മാറി, അതാണ് V3. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ, 10 ആൻഡ് 15 ആണ് V1, V2, V3. അപ്പൊ നമ്മളിപ്പോ പഠിച്ച കോൺസെപ്റ്റ് എന്താ? ഒരു ഷെല്ലാണെങ്കിൽ അതിന്റെ ഇൻസൈഡ് ഉള്ള എല്ലാ വാല്യൂം സെയിം ആയിരിക്കും. അപ്പൊ V1 ഉം V2 ഈക്വൽ ആയിരിക്കും, സർഫസ് വരെയും സെയിം ആയിരിക്കും. സോ നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ പറയാം, V1 ഈക്വൽ ടു V2. ഇവർ രണ്ടുപേരും ആരെക്കാളും ഗ്രേറ്റർ ആയിരിക്കും, V3യേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. വൈ? കാര്യം V3 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ അറ്റ് 3 എന്ന് പറയുന്നത് എന്താ? 1/4πε0. ജനറൽ ഇക്വേഷൻ ആണ് Q/R. V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്നാണ് നമ്മൾ പഠിച്ചത്. ആസ് R increases, V decreases. R ദൂരോട്ട് പോകുമ്പോൾ R കൂടി, R increases, V decreases. അപ്പൊ V കുറവായിരിക്കണം, ഔട്ട്സൈഡ് ഉള്ളവൻ കുറവായിരിക്കണം, V3 കുറവായിരിക്കണം, V3 കുറവായിരിക്കണം. ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. V1 ഈക്വൽ ടു V2 ലെസ് ദാൻ V3 ആയിരിക്കണം, V3 ലെസ്സർ ആയിരിക്കണം. കോൺസെപ്റ്റ് ക്ലിയർ ആണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഹോളോ കണ്ടക്ടിംഗ് സ്ഫിയർ ഓഫ് റേഡിയസ് R has a charge plus Q on its surface. What is the electric potential at point P? Previous year question ആണ്. സർഫസിലേത് എത്രയാ? സർഫസിലേത് എന്താ ജനറൽ ഇക്വേഷൻ ഇപ്പൊ പഠിച്ചത്? 1/4πε0 Q/R എന്നാണ് പഠിച്ചത്. Q/R എന്നാണ് പഠിച്ചത്. യെസ്. അപ്പൊ അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ r, നാച്ചുറലി ഒരാൾ ചിന്തിക്കും പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇക്വേഷൻ എഴുതുന്നു 1/4πε0 Q/r. തെറ്റ് ആണോ? നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും R ഡിസ്റ്റൻസിൽ. പക്ഷെ ഇതേ സ്ഥാനത്ത് ഈ P എന്ന് പറഞ്ഞ പോയിന്റ് പുറത്തായിരുന്നു P എന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഞാനിപ്പോ P' എന്ന് വിളിക്കുക. അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ r ആയിരുന്നു ഇത് വിചാരിക്കുക. സ്മോൾ r ആയിരുന്നെങ്കിൽ എന്തുവരും? 1/4πε0 Q/R എന്ന് നമുക്ക് എടുക്കാമായിരുന്നു. പൊട്ടൻഷ്യൽ P' എടുക്കാമായിരുന്നു. പക്ഷെ നമ്മളോട് പുറത്തേതല്ല ചോദിച്ചേക്കുന്നത്, നമ്മളോട് ചോദിച്ചത് എവിടുത്തെയാ? നമ്മളോട് ചോദിച്ചത് ഈ R ഡിസ്റ്റൻസിലേതാണ്. അപ്പൊ നാച്ചുറലി ഇത് കയറി ചിന്തിക്കും, ഇത് ആണോ ശരിയാണോ? അല്ല. എന്താ കാര്യം? പൊട്ടൻഷ്യൽ അറ്റ് സർഫസ്, പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ, പൊട്ടൻഷ്യൽ ഇൻസൈഡ് എവരിവെയർ ഇസ് സെയിം, ഇസ് കോൺസ്റ്റന്റ്. അപ്പൊ അഗെയിൻ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1/4πε0 Q/R. ഇത് തന്നെയാണ്. ക്ലിയർ? സോ ഓപ്ഷൻ 2 1/4πε0 Q/R. അങ്ങനെ കണ്ടോ, ചെറിയ ട്വിസ്റ്റ് ഒക്കെ ചെയ്ത് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സാധനം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ തെറ്റുകളൊക്കെ വരുത്തും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അന്ന് ഈ ആറിന്റെ വാല്യൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ R/3 എന്നായിരുന്നു. ഞാൻ R/3 ഞങ്ങൾ ഇടാതെ ഒന്ന് മാറ്റി നോക്കിയതാണ്. R/3 ആയിരുന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ തിൻ സ്ഫെറിക്കൽ ഷെൽ ഈസ് ചാർജ്ഡ് ബൈ സം സോഴ്സ്. ഓക്കെ. The potential difference between the 2 points C and P shown in the figure. ഇതിപ്പോ നമ്മളിത് കോൺസെപ്റ്റ് തന്നെയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? പൊട്ടൻഷ്യൽ അറ്റ് P ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് C വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0 Q/R ആണ്. അല്ലെ? ചോദിച്ചത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ V വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് P മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് C വിച്ച് ഈസ് ഈക്വൽ ടു 0. There is no potential difference because potential same ആണ് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻ ഉൾപ്പെടണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്, ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിന്, ആ ഫിഗറിന്, ആ ഗ്രാഫിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടം കൊണ്ടെങ്കിലും മനസ്സിലാവണം.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ദിവസം ഗോസസ് ലോ ഡിസ്കസ് ചെയ്തപ്പോഴും അതിനകത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോൺസെപ്റ്റ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടു ഹോളോ കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് R1 ആൻഡ് R2. രണ്ട് ഡിഫറൻറ്റ് സ്ഫിയേഴ്സ് ആണ്. ഒരു സ്ഫിയർ, ഇത് വേറൊരു സ്ഫിയർ, ഇത് വേറൊരു സ്ഫിയർ. ഓക്കെ, R1 ഗ്രേറ്റർ ദാൻ R2 എന്നാ പറയുന്നത്. അപ്പൊ ഇവന്റെ റേഡിയസ് ആണ് R1, ഇവന്റെ റേഡിയസ് ആണ് R1, ഇവന്റെ റേഡിയസ് ആണ് R2. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഹാവ് ഈക്വൽ ചാർജസ്. ഇതിന്റെ ചാർജും Q ആണ്, ഇവന്റെ ചാർജും Q ആണ്. ഓ ആയിക്കോട്ടെ. ചോദിച്ചത് the potential would be നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ ഇക്വേഷൻ 1/4 pi epsilon 0 Q by R. പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. റേഡിയസ് കൂടിയാൽ പൊട്ടൻഷ്യൽ കുറയും. നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ആരാ വലുത്? R1 ആണ് വലുത്. അപ്പൊ R1 കൂടിയാൽ ഇതിന്റെ പൊട്ടൻഷ്യൽ V1 ആണ്, ഇവന്റെ പൊട്ടൻഷ്യൽ V1 ആണ്, ഇവന്റെ പൊട്ടൻഷ്യൽ V2 ആണ്. സോ V1 ലെസ് ദാൻ V2 ആയിരിക്കും അല്ലേ? യെസ്, V2 കൂടുതലായിരിക്കും. എന്താ അപ്പൊ ഏതാ ഓപ്ഷൻ? ഈക്വൽ അല്ല, മോർ ഓൺ ബിഗർ അല്ല, മോർ ഓൺ സ്മോളർ. യെസ്, ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. യെസ്, അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. മക്കളെ, ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് dV/dr. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഇത് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. ഇത് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഇത് പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനിൽ നിന്ന് തന്നെ ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? KQ/R എന്നായിരുന്നു. സോറി, KQ/R². ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, അപ്പൊ ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഡിനോമിനേറ്റർ R² ആയിരുന്നു. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഇപ്പൊ എന്താ പഠിച്ചത്? KQ/R എന്നാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യലിന്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വിനെ ഒരു തവണ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ dV/dr കാണാൻ പോവാണ്. dV/dr ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ dV/dr ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ K കോൺസ്റ്റന്റ് ആണ്, Q കോൺസ്റ്റന്റ് ആണ്. 1/r വിത്ത് റെസ്പെക്ട് ടു r അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. 1/r ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1/r² എന്ന് വരും. അപ്പം -1/r² എന്ന് വരും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ഈ നെഗറ്റീവ് ഒഴിച്ച് ബാക്കി വരുന്ന ആൾക്കാർ KQ/R² E ആണ് അല്ലേ? അപ്പൊ ഇതാരാ? ഇത് ആക്ച്വലി -E ആണ്. സോ ഇവിടുന്ന് E എന്താ എഴുതാം? E ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് E എന്ന് പറഞ്ഞ് E ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -dV/dr. E ഈസ് ഈക്വൽ ടു -dV/dr. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ ഡിറൈവ് ചെയ്ത് പഠിക്കണ്ട. പക്ഷെ ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് വേറൊന്നിനല്ല. ഈ ഇക്വേഷനും ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ നോക്കുക, ഈ റിലേഷൻ അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ്. ഇനി അത് കോമ്പണൻസ് ഫോമിൽ എഴുതുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് എല്ലാം X ആകുമ്പോൾ ഇത് dV/dx എഴുതുക. ഇലക്ട്രിക് ഫീൽഡ് എല്ലാം Y ആകുമ്പോൾ dV/dy ആകും. സെറ്റ് ആകുമ്പോൾ dV/dz ആകും. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, പാർഷ്യൽ ഡിഫറൻസിയേഷൻ എല്ലാം XY/Z ആക്സിസിലേക്ക് ചെയ്യും. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് നോക്കി വരാം. In a certain region of space with a volume 0.2 meter cube, the electric potential is found to be 5 volt. Magnitude of electric field. ഇപ്പൊ നമ്മൾ പഠിച്ച റിലേഷൻ എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? E is equal to -dV/dr. മക്കളെ, ഇവിടെ V എന്ന് പറയുന്നത് 5 ആണ് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. V കോൺസ്റ്റന്റ് ആണ് അല്ലെ? V കോൺസ്റ്റന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ബേസിക് കൺസെപ്റ്റ് ആണ്, ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ ഓപ്ഷൻ 4 വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദി പൊട്ടൻഷ്യൽ ഇൻ എ റീജിയൻ ഈസ് എക്സ്പ്രസ്ഡ് as V6xy minus y plus 2yz, the electric field at a point 1, 1, 0, അതായത് XYZ കോർഡിനേറ്റ് ആണ് തന്നിരിക്കുന്നതും, XYZ കോർഡിനേറ്റ് വെക്ടർ ഫോമിലാണ്.
സോ ഇതിനെ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡിൽ ചെയ്യും. ഓക്കെ വായോ, നമുക്ക് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ആണ്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? E is equal to minus dv by dr ആണ്. സോ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ചെയ്യാൻ പോകും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് dv by dx, which is equal to മൈനസ് വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 6y കോൺസ്റ്റന്റ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 6y കോൺസ്റ്റന്റ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്. അപ്പൊ y കോൺസ്റ്റന്റ് അത് 0 ആയിപ്പോയി. ഇത് 6y ഇൻറ്റു എക്സ് dx by dx 1 ആണ്, ഇത് 0 ആയിപ്പോയി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത്, എക്സ് ചെയ്യുമ്പോൾ ഇവന്മാർ 3 പേര് കോൺസ്റ്റന്റ് ആണ്, 0 ആയിപ്പോയി. സോ മൈനസ് 6y എന്ന് കിട്ടും. എക്സ് വൈ ഇസഡ് വാല്യൂ തന്നിട്ടുണ്ട്, y എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ഇത് എത്ര കിട്ടി? മൈനസ് 6i ക്യാപ്പ് എന്ന് കിട്ടും. വെക്ടർ ഫോം അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, മൈനസ് 6i ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, മൈനസ് 6 വരുന്ന 2 ഓപ്ഷൻ ആണുള്ളത്. അപ്പൊ അടുത്ത ആളെ കൂടെ കണ്ടുപിടിച്ചാൽ മതി. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് അലോങ് y, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് dv by dy, മൈനസ് dv by dy. സോ വിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. വിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ മൈനസ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു y ൽ ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 6x കോൺസ്റ്റന്റ്, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ dv by dy അത് 1 ആണ്. സോ മൈനസ് 1. വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 2z കോൺസ്റ്റന്റ് ആണ്, പ്ലസ് 2z. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് വൈ ഇസഡ് വാല്യൂ ഉണ്ട്. സോ ഇത് എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 6 മൈനസ് 1 പ്ലസ് 0. കാര്യം സെഡ് 0 ആണ്. സോ 6 മൈനസ് 1 5 ആണ്. സോ മൈനസ് 5 എന്ന് കിട്ടും. മൈനസ് 5 ജെ ക്യാപ്, മൈനസ് 5 ജെ ക്യാപ് ഇ വൈ കിട്ടും. സോ അടുത്തത് ഈ സെഡ് ആണ്. ഈ സെഡ് എന്ന് പറയുമ്പോൾ മൈനസ് ഡി വി ആൻസർ ആയി. കാര്യം ഇത് 6i 5j ആണ്. അത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 4 ആണ്. ആൻസർ ആയി. എങ്കിൽ നമുക്ക് സെഡ് കൂടെ ചെയ്ത് നോക്കാം. ഡി വി ബൈ ഡി സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ്, വിച്ച് ഈസ് ഈക്വൽ ടു വിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡി ചെയ്യുമ്പോൾ, വിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡി ചെയ്യുമ്പോൾ, വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡി ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് 0, ഇത് കോൺസ്റ്റന്റ് 0. 2y സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2y എന്ന് കിട്ടും. മൈനസ് ഓഫ് 2y എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു y 1 ആണ്. സോ മൈനസ് 2k ക്യാപ്പ് എന്ന് കിട്ടും. അപ്പൊ എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നെഗറ്റീവ് അല്ലെങ്കിൽ പുറത്തെടുത്താൽ മതി. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് ഇ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഇ വൈ ജെ ക്യാപ്പ് പ്ലസ് ഇ സെഡ് കെ ക്യാപ്പ്. അപ്പൊ ഇവരെ സമ്മേഷൻ എടുക്കുമ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്. ആ മൈനസ് എടുത്ത് പുറത്തിടുന്നു. 6i പ്ലസ് 5j പ്ലസ് 2k എന്ന് കിട്ടും. 6i പ്ലസ് 5j പ്ലസ് 2k എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A, B, C are 3 points in a uniform electric field. The electric potential ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എന്താ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ decreases along electric field, along the direction of electric field. ഇതാണ് കോൺസെപ്റ്റ്. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ബി ഗ്രേറ്റർ ആയിരിക്കും, അതിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സി, അതിലും കുറെ ചെറുതായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ. അതായത് അങ്ങോട്ട് പോകുന്തോറും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും മാക്സിമം ബിയിലായിരിക്കും. മാക്സിമം അറ്റ് ബി. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക.
ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. മക്കളെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ പഠിച്ചു. എല്ലാവരും ഈ പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പൊ അത് പൊട്ടൻഷ്യൽ തൊട്ട് മുമ്പ് പഠിച്ച കോൺസെപ്റ്റ് ആണ്, നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ല, തൊട്ട് മുമ്പ് പഠിപ്പിച്ച പൊട്ടൻഷ്യലിനെ പറ്റി ഞാനിപ്പോ പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെറ്റർ വി കൊണ്ടാണ്, അല്ലെ? കെ ഇൻറ്റു ക്യൂ ബൈ ആർ, ഇതായിരുന്നു ഇക്വേഷൻ. കെ ഇൻറ്റു ക്യൂ ബൈ ആർ. എന്നിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ കോൺസെപ്റ്റ്. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ട്. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആർ ഡിസ്റ്റൻസിൽ നമ്മളൊരു പി എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എന്താ, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ക്യൂ ചാർജിനെ നിങ്ങൾ ഇവിടോട്ട് കൊണ്ടുവരുന്നു. ഈ കൊണ്ടുവരുന്ന ക്യൂ ചാർജ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചാർജ് ആണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഈ കൊണ്ടുവരുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് പകരം നമ്മൾ ഒരു ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് തന്നെയാണ് കൊണ്ടുവരുന്നതെന്ന് അസ്യൂം ചെയ്യും. നിങ്ങളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് പകരം, അത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അപ്പൊ ഇവിടെ ഒരു ഇൻറ്റു 1 ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അതിന് പകരം നിങ്ങളൊരു ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഇവിടെ കൊണ്ടുവെക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇവിടെ ഇരിക്കുന്ന ചാർജ് Q1 ആണ്, നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ചാർജ് ഒരു Q2 ചാർജ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അവർക്കിടയിലുള്ള ആ സിസ്റ്റം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണമല്ലോ. അപ്പൊ ആ സിസ്റ്റം അങ്ങനെ നിൽക്കുമ്പോൾ ആ കോൺഫിഗറേഷനിലുള്ള എനർജി, അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം. ആ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷനിൽ Q1 ഉം Q2 ഉം രണ്ട് ടേമും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി U is equal to 1/4πε0 Q1 Q2 by R. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ സിസ്റ്റം ഇങ്ങനെ നിൽക്കുന്നു എന്ന കോൺഫിഗറേഷനിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ ഒരു Q1 ചാർജ് നമുക്കുണ്ട്. നിങ്ങൾ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ചാർജിനെ R ഡിസ്റ്റൻസിലേക്ക്, ഈ P എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ ഒരു ചാർജിനെ കൊണ്ടുവരുവാണ് Q2. അപ്പൊ ഈ Q2നെ നിങ്ങൾ കൊണ്ടുവെക്കുമല്ലോ. അപ്പൊ നമ്മളൊരു വർക്ക് ഡൺ ചെയ്തല്ലോ. ആ വർക്ക് ഡൺ ആണ് ഈ സിസ്റ്റത്തിന്റെ, ആ ടോട്ടൽ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി. അതിന്റെ ഇക്വേഷൻ ആണ് 1/4πε0 Q1 Q2 by R. പൊട്ടൻഷ്യൽ എനർജി വരുമ്പോഴത്തേക്ക് രണ്ട് ടേം കയറി വരും. പൊട്ടൻഷ്യൽ ആയിരുന്നെങ്കിൽ ഒരൊറ്റ ടേമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറിയ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. ആ കോൺസെപ്റ്റ് തെറ്റിക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പൊട്ടൻഷ്യൽ എനർജി ഇഫ് ചാർജസ് ആർ ലൈക്ക് ചാർജസ്, Q1 Q2 പോസിറ്റീവ് ആണെങ്കിൽ അത് Q1 Q2 by R ആകും. അത് രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ Q1 Q2 by R ആകും. പക്ഷെ -Q1 -Q2 ആണ്. എഗെയിൻ മൈനസിന്റെ മൈനസ് പ്ലസ് ആയിട്ട് മാറും. അപ്പൊ രണ്ട് കേസിലും, ഈ ഫസ്റ്റ് കേസിലും ഈ സെക്കൻഡ് കേസിലും പൊട്ടൻഷ്യൽ എനർജി ഇവിടെ പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ഓർത്തു വെക്കുക, ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആയിട്ട് കിട്ടിയാൽ വിച്ച് മീൻസ് ദാറ്റ് ചാർജസ് ആർ ഐഡന്റിക്കൽ. ഒന്നെങ്കിൽ രണ്ടുപേരും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും നെഗറ്റീവ് ആയിരിക്കും. അത് റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും, റിപ്പൾസീവ് ആയിരിക്കും. ഇപ്പോൾ അവിടുത്തെ പോസിറ്റീവ് എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കിടയിലുള്ള ഇത് ഫോഴ്സ് റിപ്പൾസീവ് ആയിരിക്കും. അപ്പം ഈ ടോട്ടൽ എനർജി നെഗറ്റീവ് ആവണമെങ്കിൽ നമുക്കറിയാം, ഒരാൾ പ്ലസും മറ്റേ ആൾ മൈനസും ആവണം. എന്നാലല്ലേ ടോട്ടൽ എനർജി നെഗറ്റീവ് ആവത്തുള്ളൂ. ഒരാൾ Q1 പോസിറ്റീവ് ആവുമ്പോൾ Q2 നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ Q2 പോസിറ്റീവ് ആവുമ്പോൾ Q1 നെഗറ്റീവ് ആവണം. അപ്പൊ ഒബ്വിയസ്ലി ഇവിടെ നെഗറ്റീവ് കയറി വരും. അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് അട്രാക്റ്റീവ്. വളരെ ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇത് പ്രീവിയസ് എൻട്രൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ ചോദിച്ചിരിക്കുന്നത്? എ ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ആസ് ഷോൺ. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ നിങ്ങൾ കൊണ്ടുവച്ചു. ഇൻ വിച്ച് ഡിറക്ഷൻ വിൽ ഇറ്റ് മൂവ്? അപ്പൊ ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആണെന്ന് അറിഞ്ഞിരിക്കുക. കാര്യം ഇങ്ങനെയാണ് പോകുന്നത് ഫീൽഡ് ലൈൻസ്. യൂണിഫോം ആയിരുന്നെങ്കിൽ ഫീൽഡ് ലൈൻസ് പാരലൽ ആയിരിക്കും. ഇത് നോൺ യൂണിഫോം ആണ്. നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, എന്താ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൺജസ്റ്റഡ് ആണെങ്കിൽ, ക്രൗഡഡ് ഏരിയ കൂടുതലുള്ളിടത്ത് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ പോർഷനിലെ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ E1 എന്ന് വിളിക്കുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള പോർഷനിലെ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ E2 എന്ന് വിളിക്കുന്നു. E2 കുറവായിരിക്കും, E1 കൂടുതലായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ E1 റീജിയണിലാണ് ഇവൻ ഇരിക്കുന്നത്, +Q ഇരിക്കുന്നത്. -Q എത്തിയപ്പോഴത്തേക്ക് E2 റീജിയണിലേക്ക് എത്തിപ്പോയി. അപ്പൊ ഉറപ്പായിട്ടും ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F is equal to QE1 ആണ്. ഇവൻ ഇങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F എന്ന് പറഞ്ഞാൽ QE1 ആണ്. ഓക്കെ അല്ലേ? ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ആണ്. കാര്യം നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതെന്ന് പറയുന്നത്
ക്യൂ ഇ ടു ആണ്, മൈനസ് ക്യൂ ഇ ടു ആണ്. ഇവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഫോഴ്സിനെ ഞാൻ F1 എന്ന് വിളിക്കുന്നു. ഇവൻ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഫോഴ്സിനെ ഞാൻ F2 എന്ന് വിളിച്ചു. ക്ലിയർ ആണോ? ഇനി നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി. E1 ഗ്രേറ്റർ ദാൻ E2 ആയിരുന്നു അല്ലെ? E1 ഗ്രേറ്റർ ദാൻ E2 ആയിരുന്നു മക്കളെ. E1 ഗ്രേറ്റർ ദാൻ E2 ആണെങ്കിൽ ഒബ്വിയസ്ലി F1 ഗ്രേറ്റർ ദാൻ F2 ആണ്. കാര്യം ക്യൂവിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, E1 E2 ആണ് മാറ്റം. ഇവിടെ E1 കൂടുതലാണ്, അപ്പൊ ഒബ്വിയസ്ലി ആര് കൂടുതലായിരിക്കണം? F1 കൂടുതലായിരിക്കണം എന്ന കോൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത്, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ ആയിട്ട് നോക്കിയേ, എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ഇറ്റ് മൂവ്? ഏത് ഡയറക്ഷനിലേക്ക് മൂവ് എന്ന് ചോദിച്ചത്? ടുവേർഡ്സ് ദ ലെഫ്റ്റ്, ടുവേർഡ്സ് ദ റൈറ്റ്, അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ. നമുക്ക് മനസ്സിലായി QE1 F1 ആണ് കൂടുതൽ. F1 കൂടുതലാണ്, ഇത് റൈറ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ എനിക്ക് മനസ്സിലായി ടുവേർഡ്സ് ലെഫ്റ്റ് അല്ല, ടുവേർഡ്സ് റൈറ്റ് ആണ്. ടുവേർഡ്സ് ലെഫ്റ്റ് അല്ല, ടുവേർഡ്സ് റൈറ്റ് ആണ്. ടുവേർഡ്സ് റൈറ്റ് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി ആ ഓപ്ഷനിൽ നിന്നും ടുവേർഡ്സ് റൈറ്റ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ്, റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ്, അങ്ങോട്ട് പോകും തോറും പൊട്ടൻഷ്യൽ എനർജി കുറയുമെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ. ഫോർത്ത് ഓപ്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഇൻക്രീസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് പോകും തോറും പൊട്ടൻഷ്യൽ എനർജി കൂടുമോ കുറയുമോ എന്ന കോൺസെപ്റ്റ് നമ്മൾ പറയണം. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്താ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു V എന്ന് പറയാൻ പറ്റും അല്ലയോ? Q ഇൻറ്റു V. കാര്യം എന്താ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളു, തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തല്ലേ ഉള്ളു. വിയുടെ കൂടെ ഒരു Q ആഡ് ഓൺ ചെയ്യുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പം വിനെ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ പറയാൻ പറ്റും, പൊട്ടൻഷ്യൽ എനർജി അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ ഇക്വേഷൻ K ഇൻറ്റു, ഇപ്പൊ ഈ ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഞാൻ എടുത്തു, അപ്പൊ K ഇൻറ്റു Q/R ആയിരുന്നു പൊട്ടൻഷ്യൽ. Q/R ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് U ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q ഇൻറ്റു മൈനസ് Q ഡിവൈഡഡ് ബൈ R ആയിട്ട് മാറി. അപ്പൊ ഒരു Q കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, പൊട്ടൻഷ്യലിനെ ഒരു Q കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കോൺസെപ്റ്റ് ആയിരുന്നു, ഈ ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയുവാണെന്നാണ് പഠിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യലും കുറയും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അങ്ങോട്ട് പോകുന്നതോറും ആര് കുറയും? പൊട്ടൻഷ്യലും കുറയും. അപ്പൊ ഉറപ്പായിട്ട് ഈ ഡയറക്ഷനിലോട്ട് പോകുന്നതോറും പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. ആ ഡയറക്ഷനിലോട്ട് പോകുന്നതോറും പൊട്ടൻഷ്യൽ കുറയും, അതായത് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജിയും ഡിക്രീസ് ചെയ്യും. അപ്പൊ ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യുകയും ചെയ്യും. മൂവ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞിടത്തോട്ടാണ്. ടുവേർഡ്സ് ദ റൈറ്റ് ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസസ് എന്ന ഓപ്ഷൻ എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. വർക്ക് ഡൺ ടു മൂവിങ് എ ചാർജ്. വർക്ക് ഡൺ മക്കളെ ഇവിടെ ഓർത്തു വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ബി പോയിന്റിൽ ഇരുന്ന അല്ലെങ്കിൽ V2 പൊട്ടൻഷ്യൽ ഇരുന്ന ചാർജിനെ നിങ്ങൾ V1 പൊട്ടൻഷ്യൽ ഉള്ള പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ അഗൻസ്റ്റ് ആണ് ഞാൻ ഇതിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ അവിടെ ഒരു വർക്ക് ഡൺ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക, വളരെ ഈസി ലോജിക്കൽ ഓർത്തു വെക്കാവുന്നതേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാണ്? വർക്ക് ഡൺ കാണാനാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡൺ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് എന്ന് പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ പൊട്ടൻഷ്യൽ, ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആരാ? ആക്ച്വലി പൊട്ടൻഷ്യൽ എനർജി തന്നെ. വർക്ക് ഡൺ സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ Q ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി V എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനിഷ്യലി ഇരിക്കുന്നത് ബിയിലായിരുന്നു, നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുവരുന്നത്? ഫൈനലി എയിലോട്ടാ കൊണ്ടുവരുന്നത്. അപ്പൊ ഫൈനൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഇൻ എ മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ബി ഡിവൈഡഡ് ബൈ ചാർജ് എടുത്താൽ മതി, നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടും. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഇത് പൊട്ടൻഷ്യലിന്റെ, ഇത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് വേണ്ട എന്താ? വർക്ക് ഡൺ ആണ്. മക്കളെ വർക്ക് കാണാൻ വിനെ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വിനെ Q കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് ചെയ്തിരിക്കുന്നത്. വർക്ക് ഡൺ കാണാൻ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലിനെ Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. Q/4πε0. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ കാണാൻ ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഐഡിയ പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് തരാം. പെട്ടെന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഒരു Q ചാർജ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കാണുന്ന പോയിന്റ് ആണ് എ, ഈ കാണുന്ന പോയിന്റ് ആണ് ബി,
ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് V1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് V2. V1ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R1, V2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R2. V2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R2. ക്ലിയർ? അപ്പൊ V1 എന്ന് പറഞ്ഞേ, V1 പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/4πε0, 1/4πε0. ചാർജ് Q ആണ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R1 ആണ്. V2 കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 Q ഡിവൈഡഡ് ബൈ R2 ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാ. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആണ്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്. ഫൈനൽ V1 ആണ്, ഇനിഷ്യൽ V2 ആണ്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്. അപ്പൊ ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് വരും. ഇത് ഡെൽറ്റ വി. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താണ്? വർക്ക് ഡൺ. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അത് പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. അവിടുത്തെ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങളോട് കാണാൻ ചോദിച്ചത് വർക്ക് ഡൺ ആണ്. എന്താ വെച്ചാൽ അത് ആര് തന്നെയാണ്? സിംപ്ലി പൊട്ടൻഷ്യൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്താണ് നമ്മളിപ്പോ പഠിച്ചത്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡെൽറ്റ വി ഇൻറ്റു ക്യൂ ആണ്. അല്ലെങ്കിൽ ഓൾറെഡി ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് എന്ന് പഠിച്ചിട്ടുള്ളതാണ്. അവിടുന്നാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഈ കാണുന്ന ഇക്വേഷനെ നിങ്ങൾ ഒരു ചാർജ് കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പോയിന്റ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലിന് പകരം ആരെ കിട്ടും? വർക്ക് ഡൺ കിട്ടും. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. അതാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ ചാർജ് ഓൾറെഡി നമ്മൾ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് മൈനസ് ക്യൂ, സ്മോൾ ലെറ്റർ ക്യൂ ആണ്. ഇവിടെ സ്മോൾ ലെറ്റർ ക്യൂ അല്ലെ? സ്മോൾ ലെറ്റർ ക്യൂ അല്ലേ? അതെ, സ്മോൾ ലെറ്റർ ക്യൂ ആണ്. കത്തിയോ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഡെൽറ്റ വി ആണ് ഇത്. അത് ക്യൂ ഇൻറ്റു ഒരു ക്യൂ കൂടെ കയറി വരും ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് കയറി വരും. ഇതൊക്കെ വളരെ ഈസിയാണ്, ബേസിക് കോൺസെപ്റ്റ് ആണ്. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ ഈ ഇക്വേഷൻ ഒക്കെ നമുക്ക് എക്സാമിന് പലതവണ ചോദിച്ച് കാണുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. ഈ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായി എന്ന വിശ്വാസത്തോടെ. പിന്നെ ഓർത്ത് വെക്കുക, ക്ലാസ് കാണുന്ന എല്ലാവരും അത് മനസ്സിലാക്കുക. നമ്മൾ ഇതൊരു റിവിഷൻ ഫോർമാറ്റിൽ കൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളൊരു 1 at a time സീരീസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ആക്ച്വലി അത് ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ എന്നിട്ടും അത് സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടാക്കി തന്നെ എടുക്കുന്നത്. വേറൊന്നുമല്ല, കാണുന്നവർക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലാവണം. ഓടി എങ്ങും പോകാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. പഠിപ്പിക്കുന്നത് കുറച്ച് മാന്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങളത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓൾറെഡി നിങ്ങൾക്ക് കുറെ കാര്യം അറിയാം. അതൊന്നുകൂടൊന്ന് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് പ്രോബ്ലം നമ്മൾ കൂടുതൽ ചെയ്യും. ക്ലിയർ? സെറ്റ് ആണല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ കോൺസെപ്റ്റ് ഇവിടെ നോക്കിയാൽ വർക്ക് ഡൺ ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഇവിടെ കണ്ടോ, ഡെൽറ്റ വിക്ക് പകരം V2 മൈനസ് V1 എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ ഓൾറെഡി വേറൊരു കാര്യം ചെയ്തായിരുന്നു, നേരത്തെ പഠിച്ചിരുന്നു, തൊട്ട് മുമ്പ് പഠിപ്പിച്ച കോൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, വർക്ക് ഡൺ ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്ത് ഈ 2 ഇക്വേഷൻ തമ്മിലുള്ള ഡിഫറൻസ്? ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ബേസ് ചാർജ്, ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജിന്റെ ഫീൽഡിലാണ് നിങ്ങൾ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്. ഈ ചാർജിന്റെ ഫീൽഡ്, ഈ ചാർജ് ഇവിടെ ഉണ്ട്, അവിടെ ഫീൽഡ് ഉണ്ട്. അപ്പൊ അവിടെ 2 പോയിന്റുകൾ എടുത്താൽ അവിടെയൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. നമുക്കറിയാം, ഒരു ചാർജിന്റെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, വേറൊരു ഡിസ്റ്റൻസിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ R1 ടേമിലാണ്. നമുക്കറിയാം 1/4πε0 Q/R1 ആണ്. ഇവിടുത്തേത് 1/4πε0 Q/R2 ആണ്. അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ ഒക്കെ തരുന്ന ആളാരാ? ഈ ചാർജ് ആണ്, ഈ ബേസ് ചാർജ് ആണ്. ഇവിടെ ഒരാളുണ്ട്, ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ ഒരാളുണ്ട്. ഇവന്റെ അണ്ടറിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ആ പ്രോബ്ലത്തിലാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ റൈറ്റ് നൗ ഇവിടെ ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊട്ടൻഷ്യലിന് V1 V2 പൊട്ടൻഷ്യലിന് കാരണക്കാരൻ ആരാന്ന് നമുക്ക് അറിയില്ല. അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ട്. V1നും V2നും കാരണക്കാരനായി ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ട്. ഇവിടുന്ന് R1 ഡിസ്റ്റൻസിലാണ് ഈ V1, ഇവിടുന്ന് ഒരു R2 ഡിസ്റ്റൻസിലാണ് ഈ V2. പക്ഷെ ഇതാരാണ്, ഇത് എവിടെയാണ്, അതിന്റെ പൊസിഷനെ പറ്റിയോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് ഇത്രേ പറഞ്ഞുള്ളൂ, V1 പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തു നിന്ന് നിങ്ങളൊരു ചാർജ് എടുത്തുകൊണ്ട് എവിടെ കൊണ്ടുപോകുന്നു? V2 പൊട്ടൻഷ്യൽ ഉള്ളിടത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ആണ് Q ഇൻറ്റു ഡെൽറ്റ വി. അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് Q ഇൻറ്റു V2 മൈനസ് V1. ഫൈനൽ മൈനസ് ഇനിഷ്യൽ എടുത്താൽ മതി. ഡയറക്റ്റ് ഇക്വേഷൻ. ക്ലിയർ? ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഇഫ് എ 20 joule of work has to be done to move an electric charge 4 coulomb from a point where the potential is 10 volt to another point where the potential is 20 volt. ക്ലിയർ? അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ക്യൂ ചാർജ് ഉണ്ട്.
നമ്മുടെ കയ്യിൽ ഒരു ക്യൂ ചാർജ് ഉണ്ട്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണോ മക്കളെ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ് പറഞ്ഞത്? 10 വോൾട്ട് ആണ്. ഈ 10 വോൾട്ട് പൊട്ടൻഷ്യൽ ഉള്ളിടത്തുനിന്ന് നമ്മളൊരു ചാർജിനെ മൂവ് ചെയ്യിക്കുവാണ്. നിങ്ങൾ ഇവിടെ എവിടെയോ കൊണ്ടുവച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റൈറ്റ് നൗ നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ കാണാൻ ഈ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഒന്നെങ്കിൽ അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഓർത്ത്. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ വെച്ചിട്ട് ഇപ്പൊ പൊട്ടൻഷ്യൽ കാണാൻ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഓൺ യൂണിറ്റ് ചാർജ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അവിടുന്ന് വർക്ക് ഡൺ കാണാം. വർക്ക് ഡൺ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു നോക്കാം. ഇപ്പൊ പഠിച്ചതല്ലേ ഉള്ളൂ. വർക്ക് ഡൺ W ഈക്വൽ ടു ഡെൽറ്റ വി ഇൻറ്റു ക്യൂ ആണ്. സോ വർക്ക് ഡൺ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് വർക്ക് ഡൺ? 20 ജൂൾ എന്നല്ലേ? യെസ്, വർക്ക് ഡൺ 20 ജൂൾ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഫൈനൽ വി നമുക്കറിയില്ല, ഇനിഷ്യൽ 10 ഇൻറ്റു ചാർജ് ക്യൂ എത്രയാണ്? 4 കൂളംബ് ആണ്. 4 കൂളംബ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ 4ഉം ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 5 എന്ന് കിട്ടും. നമുക്ക് വി ആണ്, ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. വി ഈസ് ഈക്വൽ ടു 15 വോൾട്ട് എന്ന് കിട്ടും. 15 വോൾട്ട്. ഓപ്ഷൻ 4 എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട്, സിമ്പിൾ ലോജിക്കല് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് മറന്നു പോകരുത്. എല്ലാവരും വളരെ കൺഫ്യൂസ്ഡ് ആവും ഈ ഇക്വേഷനും തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷനും തമ്മിൽ യൂസ് ചെയ്യുന്നത്. അത് ഒരു റെഫറൻസ് ചാർജ് വെച്ചിട്ട്, തൊട്ട് മുമ്പ് പഠിച്ചത് ഒരു റെഫറൻസ് ചാർജ് വെച്ചിട്ട് നമ്മൾ 2 പൊട്ടൻഷ്യൽ പോയിന്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു ക്യൂ ചാർജ് മൂവ് ചെയ്യുന്നതിന്റെ ആണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ റെഫറൻസ് ചാർജിനെ പറ്റി ഒന്നും പറയുന്നില്ല. നിങ്ങൾ V1 പൊട്ടൻഷ്യലിൽ നിന്ന് V2 ചാർജ് മൂവ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എ പോയിന്റ് ചാർജ് ഈസ് സറൗണ്ടഡ് സിമെട്രിക്കലി ബൈ 6 ഐഡന്റിക്കൽ ചാർജസ് at distance r as shown in the figure. How much work is done by a force of electrostatic repulsion when the point charge q at the center removed to infinity? അതായത് ഇവിടെ സെന്ററിൽ ഒരു ക്യൂ ചാർജ് ഇരിപ്പുണ്ട്. ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ കാരണം ഇവനെ, ഈ ക്യൂ ചാർജിനെ ഇവിടുന്ന് റിപ്പല് ചെയ്ത് ഇൻഫിനിറ്റി കൊണ്ടുപോകാൻ എടുക്കുന്ന വർക്ക് ഡൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ഈ വർക്ക് ഡൺ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ? വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. സിംപിളി അങ്ങനെ പറയാം, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അല്ലെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് എടുക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ, ഇത് വർക്ക് എനർജിയിലൊക്കെ പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലോട്ടാണ് നിങ്ങൾ എടുത്ത് ചാടിച്ചത്. അപ്പൊ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി 0 മൈനസ്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെക്കാം. ഇൻഫിനിറ്റിയിലാണ് പോകുന്നത്. യു ഇൻഫിനിറ്റി, പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി 0 ആണ് നമുക്കറിയാം. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ സെന്ററിലായിരുന്നു. യു ഇനിഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു, പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/4π എപ്സിലോൺ 0 അല്ലെങ്കിൽ k ഇൻറ്റു അല്ലെ 1/4π. ഓപ്ഷൻ 1/4π ലാണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. 1/4π എപ്സിലോൺ 0 ക്യൂ. അപ്പൊ Q² ബൈ ഈ ഡിസ്റ്റൻസ് ആണ് 6. ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 6 പേരുണ്ട്. ഒരു പേരല്ല, 1 2 3 4 5 6 പേരുണ്ട്. സോ യു ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ 6Q² ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 6 എന്ന് കിട്ടി. യു ഇനിഷ്യൽ. സോ നമുക്ക് അവിടെ ഈ വാല്യൂ കൊടുക്കാം. യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ. യു ഇനിഷ്യൽ എന്ന് പറയുന്നത് 6Q² ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 ഇൻറ്റു ആർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 6Q² ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 ആർ എന്ന് എഴുതാം. അപ്പൊ ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നെഗറ്റീവ് ആണ് കിട്ടിയത്, പക്ഷെ ഓപ്ഷൻസ് ഒക്കെ പോസിറ്റീവ് ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ, നമ്മൾ അവിടെയാണ് വർക്ക് എനർജി തിയറി ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എന്നാണ് നമ്മൾ പറയാറ്. ഒരു എക്സ്റ്റേണൽ ഏജന്റ് ചെയ്യുന്ന വർക്കിനെ പറ്റി പറയുമ്പോൾ ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് എന്നാണ് പറഞ്ഞത്. അതിന്റെ ആൻസർ ആണ് ഇത്. ആക്ച്വലി നമ്മൾ അങ്ങനെയാ പഠിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി റിപ്പൾസീവ് ഫോഴ്സിന് കാരണക്കാരൻ കൺസർവേറ്റീവ് ഫോഴ്സാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ ഓൾറെഡി ഇവിടെ നിങ്ങളൊരു നെഗറ്റീവ് ഇടണമായിരുന്നു.
അപ്പൊ ഞാൻ അങ്ങനെ നെഗറ്റീവ് സൈനിനെ പറ്റിയോ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുള്ള കാര്യത്തെ പറ്റിയോ ഒന്നും സംസാരിച്ചില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റ് വർക്ക് ഡൺ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഫൈനൽ മൈനസ് ഇനിഷ്യൽ വെച്ച് എനിക്കൊരു വാല്യൂ കിട്ടി. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. നമ്മൾ അതാ കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് അല്ല, ദാറ്റ് പോയിന്റ് ടു ഇൻഫിനിറ്റി ചോദിച്ചു. അപ്പോൾ ഉറപ്പായിട്ട് ഇതിന്റെ നെഗറ്റീവ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് വരേണ്ടത്. സോ ആൻസർ ഈസ് 1/4πε0 q²/r. ഇനി ഞാനൊരു കാര്യം പറയും, ഇപ്പൊ ഇത് കാണുന്നവർക്ക് അങ്ങനെയും ചിന്തിക്കാം. അതായത് ഈ സംഭവം ചെയ്യാൻ വേണ്ടി ഇത്രയും പരിപാടികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ ഞാൻ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു കാര്യമൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഇത് ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇതിനേക്കാളും വളരെ ഈസി മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. വേറൊന്നും അല്ല, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോണം. ഇപ്പൊ നമ്മളോട് പറഞ്ഞത് ഇങ്ങനൊരു സർക്കിള് അല്ലെ, അതിന്റെ ചുറ്റിനും 6 ചാർജസ് ഇരിപ്പുണ്ട്. അപ്പൊ ഇത് 1 2 3 4 5 6 ചാർജസ് ഉണ്ട്. എക്സാക്ട് സെന്ററിൽ ഒരു ക്യൂ ചാർജ് ഉണ്ട്. ഇവനെ ഇവിടുന്ന് എടുത്ത് റിമൂവ് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലെ, എല്ലാ ചാർജസും ഐഡന്റിക്കൽ തന്നെയല്ലേ? അതെ, ഐഡന്റിക്കൽ ആണ്. അവനെ അവിടുന്ന് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ പോയിന്റ് എക്സാക്ട് സെന്ററിൽ ഇരിക്കുമ്പം, ഇപ്പൊ റൈറ്റ് നൗ ഇവൻ ഇവിടെ ഇരിക്കുകയാണ്. എക്സാക്ട് സെന്ററിൽ ഇരിക്കുമ്പം ഇവിടുത്തെ നെറ്റ് പൊട്ടൻഷ്യൽ എത്ര? പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ, പൊട്ടൻഷ്യൽ അറ്റ് O. നമുക്ക് സെന്റർ എന്നാണ്, ഞാനിപ്പം ഈ സെന്ററിനെ O എന്ന് വിളിക്കുക. പൊട്ടൻഷ്യൽ അറ്റ് നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ എത്രയാ? പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ KQ/R ആണ്. ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പൊ 6KQ/R. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ നമുക്ക് കിട്ടി 6KQ/R എന്ന് കിട്ടി. പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ. അറ്റ് ദ സെയിം ടൈം പൊട്ടൻഷ്യൽ എനർജിയോ? പൊട്ടൻഷ്യൽ എനർജി എന്ത് വരും? 6 × KQ²/R എന്ന് വരും അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0. അപ്പൊ 6/4πε0 Q²/R എന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഈ സെന്ററിൽ ഈ ചാർജ് ഇരിക്കണമെങ്കിൽ, കാര്യം സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ സിസ്റ്റം ഇവിടെ ഇരിക്കണമെങ്കിൽ ഇവര് തമ്മിലുള്ള ചാർജ്, കാര്യം രണ്ടുപേരുടെ സിസ്റ്റത്തിന്റെ ചാർജ് പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമ്മൾ പഠിച്ചതാ. നമ്മൾ രണ്ടുപേരുടെ പൊട്ടൻഷ്യൽ എനർജി, രണ്ടുപേരുടെ ഇവിടൊക്കെ എഴുതിയതാ. രണ്ടുപേര് ഇരുന്നാൽ അവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2/R ആണ്. അങ്ങനത്തെ 6 പെയറുകളാണല്ലോ ഇവര് വന്നത് അല്ലേ? ഇവിടെ 6 പെയറല്ലേ വന്നത്? യെസ്, ഇവിടെ 6 പെയറാണ്. 1 2 3 അങ്ങനെ 6 പെയർ വരും. അപ്പൊ അങ്ങനെയാണ് 6 × Q²/4πε0 എന്ന് വരുന്നത്. അതായത് ഈ സിസ്റ്റം ഇവിടെ ഇരിക്കണമെങ്കിൽ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ വാല്യൂ ആണ് 6Q²/4πε0 R². സോറി, R ഡിനോമിനേറ്ററിൽ R² വരത്തില്ലല്ലോ, ഡിനോമിനേറ്ററിൽ R വരും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സാധനത്തിന് ഇൻഫിനിറ്റിയിലോട്ട് എടുത്ത് പോകുമ്പോഴത്തേക്ക് U ഇൻഫിനിറ്റി 0 ആവുമെന്ന് നമുക്കറിയാം. ഇൻഫിനിറ്റിയിൽ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് 0 ആവുമെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടുന്ന് ഇത് എടുത്തോണ്ട് പോകണമെങ്കിൽ, ഇവിടുന്ന് അവനെ ഇൻഫിനിറ്റിയിലോട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവൻ ചെയ്യേണ്ട മിനിമം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വാല്യൂ അല്ലേ ചെയ്യേണ്ട വർക്ക് ഡൺ. ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങളൊന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കോൺസെപ്റ്റ് അങ്ങനെയും ഡയറക്റ്റ് പറയാം കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ഇതിനെ ആലോചിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. യെസ്, 6 charges plus Q minus Q plus Q minus Q plus Q minus Q are fixed at a corner of a hexagon of side D. സൈഡ് D, ഈ കാണുന്ന സൈഡ് D ആണ്. ഈ സൈഡ് D ആണെങ്കിൽ ഇതും D ആണ്. കാര്യം ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയത്, ഇത് ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ആ സൈഡും D ആയിരിക്കും. യെസ്, shown in the figure. The work done to bring a charge Q0 to the center of the hexagon from infinity. ഇത് നേരെ തിരിച്ചാ, ഇൻഫിനിറ്റിന്ന് നിങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക ചെയ്യേണ്ടത്. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ പഠിച്ച ആ കോൺസെപ്റ്റ് വെച്ച് ഡയറക്റ്റ് ചെയ്ത് നോക്കണം. ഇതിപ്പോ ഡയറക്റ്റ് ഫ്രം ഇൻഫിനിറ്റിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക, ഇൻഫിനിറ്റിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരിക ചെയ്യുന്നത്. അപ്പൊ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. വർക്ക് ഡൺ ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഈ കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഏത് രീതി വേണേലും ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് നമ്മൾ ഇത്രയൊന്നും ആലോചിക്കുന്നില്ല. കാര്യം ഓൾറെഡി ഈ മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ ഇതിങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല, ഇൻഫിനിറ്റിയിൽ ഇരിക്കുമ്പോൾ എന്തായാലും പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. നിങ്ങൾ ഈ സാധനത്തിനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു, ഇനി ഈ പോയിന്റിൽ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പോയിന്റിൽ കൊണ്ടുവെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റൈറ്റ് നൗ ഈ പോയിന്റിൽ കൊണ്ടുവെക്കുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞേ,
പൊട്ടൻഷ്യൽ എനർജി അറ്റ് സെന്റർ എന്ന് പറഞ്ഞേ, പൊട്ടൻഷ്യൽ എനർജി അറ്റ് സെന്റർ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പോട്ടെ, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞേ, പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ എന്ന് പറഞ്ഞേ, പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ എന്ന് പറഞ്ഞേ. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? കെ ക്യൂ ബൈ ആർ ആണ് ഒരു ചാർജ് തരുന്നത്. അപ്പൊ ഇവര് തമ്മിൽ തരുന്നത് കെ ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജി അറ്റ് സെന്റർ ആണ്. ഇവൻ ഇവിടെ തരുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കെ ഇൻറ്റു ക്യൂ ബൈ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഡി ആണ്. ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ തരുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. കെ ക്യൂ ബൈ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഡി ആണ്. ഇങ്ങനത്തെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? 1, 2, 3. അപ്പൊ അവര് 3 പേരുടെ 3 ടൈംസ് വരും. ഇതേപോലെ തന്നെ 3 നെഗറ്റീവ് ചാർജ് ഇല്ലേ? അപ്പൊ അത് -3kq/d വരും. അപ്പൊ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ 0 ആയിപ്പോ. നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ 0 ആയിപ്പോ. ക്ലിയർ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താ? Q ഇൻറ്റു ഡെൽറ്റ വി. Q ഇൻറ്റു ഡെൽറ്റ വി എന്ന് പഠിച്ചതാണ്. ഇവിടെ ഡെൽറ്റ വി അല്ലെ പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ തന്നെ 0 ആയി. സോ പൊട്ടൻഷ്യൽ എനർജി എന്തായിപ്പോ? 0 ആയി. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിപ്പോ. ഒന്നെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കണ്ടുപിടിച്ചാൽ മതി. ഇവര് തമ്മിലുള്ളത് കെ ഇൻറ്റു Q0/d വരും അല്ലെ? കെ ഇൻറ്റു Q0/d വരും. ഇത് തമ്മിലുള്ളത് തന്നെയല്ലേ ഇവര് തമ്മിലും. അപ്പൊ അത് 3 ടൈംസ് ആവും. അത് പ്ലസ് ആണ്. പക്ഷെ ഇവരുമായിട്ടുള്ളത് മൈനസ് ആണ്. അപ്പൊ ടോട്ടൽ സം എടുക്കുമ്പോൾ അഗൈൻ എന്ത് കിട്ടും? 0 കിട്ടും. അങ്ങനെ ഈ പല രീതിയിൽ ഇത് ആലോചിക്കാം. പൊട്ടൻഷ്യലിന്റെ കോൺസെപ്റ്റ് പറയാം, വർക്ക് ഡണ്ണിന്റെ കോൺസെപ്റ്റ് പറയാം, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റത്തിന്റേത് പറയാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം വെച്ച് ഞാൻ അധികം പറയാഞ്ഞത് നമ്മളത് പഠിച്ചില്ല, നമ്മളത് പറയാൻ പോകുന്നതേ ഉള്ളൂ. അതിപ്പോ അതേ അടുത്ത സ്ലൈഡ് അതാണ് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഇത് പഠിച്ച ആൾക്ക് അത് വെച്ചിട്ടും അത് ചെയ്യാൻ പറ്റും. ഒരു സിസ്റ്റം കിട്ടി, ഈ സിസ്റ്റത്തിന്റെ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി, ഈ കോൺഫിഗറേഷൻ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്താൽ മതി? ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ എടുക്കുക, ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ എടുക്കുക, ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ എടുക്കുക. ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ എന്താ? Q1 K ഇൻറ്റു Q1 Q2/R1. ഇവര് തമ്മിലുള്ളത് K ഇൻറ്റു Q2 Q3/R2. ഇവര് തമ്മിലുള്ളത് K ഇൻറ്റു Q1 Q3/R3. കെ ഇങ്ങ് പുറത്തോട്ട് എടുത്തു. 1/4πε0 Q1 Q2. ചുമ്മാ ഇവരുടെ ഓൾജിബ്രാക് സമ്മേഷൻ, ഓരോ സിസ്റ്റങ്ങളുടെയും ഓരോ കോമ്പിനേഷനുകളുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ സം എടുത്താൽ മതി. അപ്പൊ അത് ഓർത്തിരിക്കാൻ. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് എഴുതാൻ എളുപ്പമോ? ഇതൊരു സ്ക്വയറും ഏറെക്കുറെ എളുപ്പമാണ്. പക്ഷെ ഇതൊരു സ്ക്വയർ മാറി അതൊരു ഹെക്സഗണോ പെന്റഗണോ ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അതിനുവേണ്ടി ഓർത്ത് വെക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് പെയേഴ്സ് അത് n ഇൻറ്റു n-1/2 ആയിരിക്കും. ഇതിപ്പോ എത്ര പെയർ ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. n എന്ന് പറഞ്ഞാൽ എത്ര ചാർജ് എന്നുള്ളത്. ഇവിടെ എത്ര ചാർജ് ഉണ്ട്? 1, 2, 3 ചാർജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ n-ന് 3 എന്ന് കൊടുക്കുക. അപ്പൊ n-ന് 3 എന്ന് കൊടുത്താൽ 3 ഇൻറ്റു 3 - 1 2 ഡിവൈഡഡ് ബൈ 2 കട്ട് ചെയ്ത് പോയി. അഗെയിൻ എത്ര കിട്ടി? 3 എന്ന് വെച്ചാൽ നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ അതിനകത്ത് 3 കോമ്പിനേഷൻ വേണം. അപ്പൊ ഇതൊരു ട്രയാങ്കിളിന് പകരം ഇതൊരു സ്ക്വയർ ആയിരുന്നെങ്കിൽ, ഇപ്പൊ ഇതൊരു സ്ക്വയർ, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്. അപ്പൊ ഇവിടെ n എത്ര വരും? n4 വരും. അപ്പൊ നമ്പർ ഓഫ് പെയേഴ്സ് കാണാൻ, നമ്പർ ഓഫ് പെയേഴ്സ് എത്ര എണ്ണം വരുമെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ചാർജസ് 4 ആണ്. അപ്പൊ n 4 ആയി. 4 ഇൻറ്റു 4 - 1 3 ഡിവൈഡഡ് ബൈ 2. ഇതൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 കിട്ടും. 2 ഇൻറ്റു 3 6 കിട്ടും. ശരി, 6 എണ്ണം കിട്ടും. എങ്ങനെ 6 എണ്ണം വരുന്നത്? ഇവര് തമ്മിൽ 1, ഇവര് തമ്മിൽ 2, ഇവര് തമ്മിൽ 3, ഇവര് തമ്മിൽ 4. പിന്നെ ഇവരുടെ ഓപ്പോസിറ്റ് ഡയഗണൽസ് തമ്മിൽ 2 എണ്ണം കയറി വരും. ഇവര് തമ്മിൽ 5, ഇവര് തമ്മിൽ 6. ക്ലിയർ? മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ 6 കോമ്പിനേഷൻ ആണ് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി അപ്പം ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ ഇത് ഡിസ്റ്റൻസ് d ആണ്, ഇത് ഡിസ്റ്റൻസ് d ആണ്, ഇത് ഡിസ്റ്റൻസ് d ആണ്, ഇത് ഡിസ്റ്റൻസ് d ആണ്, ഇത് √2d ആക്കുന്നു. അത്രേ ഉള്ളൂ. ഈ ഡിസ്റ്റൻസ് √2d ആക്കുന്നു. അതിന്റെ സം എടുത്ത് അങ്ങ് പോയാൽ മതി. d ഡിസ്റ്റൻസ് ഉള്ള 4 എണ്ണം വരും, √2 ഡിസ്റ്റൻസ് ഉള്ള 2 എണ്ണം വരും. അതിന്റെ സം എടുത്ത് പോയാൽ മതി. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. യെസ്, ഇതാ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ക്യൂബ് ആയിട്ട് മാറി. ഐഡന്റിക്കൽ ചാർജസ് -q ആർ പ്ലേസ്ഡ് അറ്റ്, ഇവിടെ -q സ്മോൾ ആണ് ക്വസ്റ്റ്യനിൽ, ഫിഗർ വന്നപ്പോൾ അത് +q ആയിപ്പോയതാണ്. അത് -q ആയിട്ട് തന്നെ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. -q ആർ പ്ലേസ്ഡ് അറ്റ് ഈച്ച് കോർണേഴ്സ് ഓഫ് എ ക്യൂബ് ഓഫ് സൈഡ് ബി. ഇതിന്റെ സൈഡ് ബി ആണ്, സൈഡ് ബി ആണ്. Then electric potential energy of a charge plus q, electric potential energy of a charge plus q is placed at center of the cube എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ക്യൂബിന്റെ സെന്റർ, അപ്പൊ ഈ സെന്ററും ഈ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഈ കാണുന്ന സെന്ററും ഈ ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? ആക്ച്വലി ഒരു ക്യൂബിന്റെ നമ്മളൊരു ക്യൂബിന്റെ
ഇപ്പൊ ഡയഗണൽ കൺസിഡർ ചെയ്യുക. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് കോർണറിൽ ഇരിക്കുന്ന ബോട്ടം കോർണറിൽ ഇരിക്കുന്ന ചാർജും ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ടോപ്പ് കോർണറിലെ ചാർജുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ. അതിൽ രണ്ട് ഡയഗണൽ, ബോഡി ഡയഗണൽ എന്ന് വിളിക്കും. ഈ ഡയഗണലിന്റെ എക്സാക്ട് സെന്ററിലാണല്ലോ ഈ ചാർജ് ഇരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് എത്രയാ? ആ ഡിസ്റ്റൻസ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √3b ആണ്. ഡയഗണലിന്റെ ഡിസ്റ്റൻസ്, ഒരു ക്യൂബിന്റെ ഡയഗണൽ. അത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? ദേ ഈ കാണുന്നത്, ശ്രദ്ധിച്ചിരിക്കുക, ദേ ഈ കാണുന്നത് √b ആണ്. ഇത് ബി, ഇത് ബി ആണ് അല്ലെ. ഇത് √b ആണ്. √2b, √b അല്ല, സോറി, ഇത് √2b അല്ലെ. ഇത് √2b ആണ്, √2b ആണ്. ഇത് ബി ആണ്, ഇത് ബി ആണ് അല്ലെ. ഈ √2bയും ഈ ബിയുടെ ചേർന്നിട്ടുള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ കാണുന്ന ബോഡി ഡയഗണൽ. അപ്പൊ എന്ത് വരും? ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ √2bയുടെ ഹോൾ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ. അപ്പൊ √2bയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2bയുടെ സ്ക്വയർ, അത് 2b സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു √3b സ്ക്വയർ. അപ്പൊ √3b സ്ക്വയർ, √3b സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു √3b. അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് √3b ആണ്. ഈ ടോട്ടൽ ഡയഗണലിന്റെ ഡിസ്റ്റൻസ് √3b ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട വാല്യൂസ്, അല്ലാതെ എക്സാം ഹാളിൽ പോയി ചെയ്യേണ്ട കാര്യമല്ല. ഒരു സ്ക്വയർ വന്നാൽ അതിന്റെ ഡയഗണൽ √2bയും ഒരു ക്യൂബ് വന്നാൽ അതിന്റെ ബോഡി ഡയഗണൽ √3bയും ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജിൽ നിന്നും സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് √3b/2 ആണ്. ഒരു മൈനസ് ക്യൂ ചാർജും അതിന്റെ സെന്ററിലേക്കുള്ള പ്ലസ് ക്യൂ ചാർജും, ഈ പ്ലസ് ക്യൂ ചാർജും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് √3b/2 ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ക്ലിയർ? അത് ഒരു ചാർജിലേക്കുള്ളത്. അങ്ങനെ എല്ലാ ചാർജിലേക്കും ആ ഡിസ്റ്റൻസ് ഉണ്ട്, എല്ലാ കോർണറിലും ഉണ്ട്. അപ്പൊ എത്ര എണ്ണം വരും? 1, 2, 3, 4 എണ്ണം താഴെ. അതേപോലെ 1, 2, 3, 4 മുകളില്, 4, 4, 8 എണ്ണം വരുന്നുണ്ട്. 8 കോമ്പിനേഷനുകൾ വരും. നമ്മളോട് ചോദിച്ചത് അത് തന്നെ അല്ലേ? ഐഡന്റിക്കൽ ചാർജസ് പ്ലസ് ക്യൂ കോർണർ, ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സം എടുക്കണം. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ക്യൂ വിത്ത് പ്ലേസ്ഡ് അറ്റ് ദി സെന്റർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി യു എന്ന് പറഞ്ഞാൽ ഒരു ചാർജിന്റെ എത്രയാ? k ഇൻറ്റു, അപ്പൊ ഓപ്ഷൻ 1/4π ആണ്. അപ്പൊ ഞാൻ 1/4π തന്നെ ഇടുന്നു. 1/4π ε0 Q1, ദാറ്റ് ഈസ് ഒരു കോർണറിൽ ഇരിക്കുന്ന ചാർജ്, മൈനസ് ക്യൂ ഇൻറ്റു Q2, അത് സെന്ററിൽ ഇരിക്കുന്ന ചാർജ് Q, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് R ആണ്. ഡിസ്റ്റൻസ് R ആണ്. ഇവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് R. അങ്ങനത്തെ എത്ര എണ്ണം? 8 എണ്ണം. അപ്പൊ ഇൻറ്റു 8. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ വാല്യൂസ് കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് ഒരു 4ഉം ഒരു 8 കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 കിട്ടും. സോ ഇക്വേഷൻ അങ്ങനെ വരും, -2q² ബൈ പൈ ε0. ഇവനോട് കട്ട് ചെയ്ത് 2 കിട്ടും. അപ്പൊ 2 ഇൻറ്റു ഇത് q ഇൻറ്റു q². അപ്പൊ -2q² ബൈ പൈ ε0 ഇൻറ്റു r എത്രയാ? √3b/2. അപ്പൊ അതുകൂടി ഇവിടെ കൊടുക്കുക, √3b/2. അപ്പൊ ആ 2 എടുത്ത് ഞാൻ മോളിൽ കൊടുത്തു. സോ ഫൈനൽ ആൻസർ എത്ര കിട്ടും? -4q² ഡിവൈഡഡ് ബൈ -2 ഇൻറ്റു 2, 4q² ഡിവൈഡഡ് ബൈ √3πε0b എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ സ്ലോയിൽ വളരെ സമാധാനത്തോടെയാണ് ഇതെല്ലാം പറയുന്നത്. പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ക്യൂ ഫിഗറിൽ കൊടുത്തു, പക്ഷെ ക്വസ്റ്റ്യനിൽ സ്മോൾ ക്യൂ ആണ്. സോ ആൻസർ സ്മോൾ ക്യൂവിൽ വേണം. -4q² ഡിവൈഡഡ് ബൈ √3πε0b. ക്ലിയർ? കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇത് ഓൾറെഡി പാർട്ട് 1-നകത്ത് ഡൈപോളിന്റെ കുറെ കോൺസെപ്റ്റ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് നമ്മൾ ചേർന്ന് പഠിച്ചാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ ഡൈപോൾ ഓൺ ദി ആക്സിയൽ ലൈൻ, ഇക്വറ്റോറിയൽ ലൈൻ ഒക്കെ പഠിച്ചതാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന അടുത്തൊരു കോൺസെപ്റ്റ് ആണ് വർക്ക് ഡൺ ടു റൊട്ടേറ്റിംഗ് എ ഡൈപോൾ. ഈ വർക്ക് ഡൺ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള സാധനം തന്നെയാണ്. എന്താ വർക്ക് ഡൺ ടു റൊട്ടേറ്റിംഗ്? വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ടോ ഡോട്ട് ഡി തീറ്റ ആണ്. ഓർക്കുക, വർക്ക് ഡൺ ഇന്റഗ്രൽ ടോ എന്ന് പറഞ്ഞ ടോർക്ക് ആണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ P ക്രോസ് E ആണ്, അല്ലെങ്കിൽ PE സൈൻ തീറ്റ ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സാധനമാണ്. PE സൈൻ തീറ്റ ആണ്. അപ്പൊ ഇവനെ ഒരു തവണ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റ വരും. തീറ്റ ചേഞ്ചസ് ഫ്രം θ1 ടു θ2 ആണ് അല്ലെ. അപ്പൊ
PE ഇൻറ്റു കോസ് അപ്പർ ലിമിറ്റ് θ2 മൈനസ് ലോവർ ലിമിറ്റ് θ1 എന്ന് കയറി വരും. അപ്പൊ ഈ മൈനസ് അകത്തോട്ട് കൊടുക്കുമ്പോൾ ഇത് θ1 മൈനസ് θ2 എന്ന് വരും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഈ വർക്ക് ഡണ്ണിൽ നിന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിൽ പഠിക്കുന്ന സാധനം പൊട്ടൻഷ്യൽ എനർജി ഇൻ ഡൈപോൾ ആണ്. അത് P.T ആണ്, അല്ലെങ്കിൽ മൈനസ് PE കോസ് θ. അതായത് ആക്ച്വലി അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതായത് ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാണുന്ന ഡൈപോള് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇരിക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് PE കോസ് θ എന്നാണ് പഠിച്ചത്. ഇവൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ θ 0 ആയിപ്പോ. ഇവൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ θ 0 ആവും. അപ്പൊ കോസ് 0 1 ആണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മൈനസ് PE എന്ന് കിട്ടും. പൊട്ടൻഷ്യൽ എനർജി θ 0 ഡിഗ്രിയില് പൊട്ടൻഷ്യൽ എനർജി മൈനസ് PE എന്ന് കിട്ടും. അത് മിനിമം ആയിരിക്കും. ഇനി ഇവൻ ഇങ്ങനെ 90 ഡിഗ്രി അങ്ങ് റൊട്ടേറ്റ് ചെയ്താൽ θ 90 ഡിഗ്രി ആയിട്ട് മാറും. θ 90 ഡിഗ്രി ആയിട്ട് മാറും. അപ്പൊ അത് കോസ് 90, അത് 0 ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എത്ര ആയിട്ട് മാറി? 0 ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. അപ്പൊ അതാണ് ബേസ്, അതാണ് ബേസ് ലൈൻ. ബേസ് ലൈനിൽ ഇരിക്കുക എന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ വർക്ക് എനർജിയിലൊക്കെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ 0 ആണ്. അതാണ് റെഫറൻസ് ലൈൻ. ആക്ച്വലി അത് മിനിമം ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് ആ പൊട്ടൻഷ്യൽ എനർജി അപ്രോക്സിമേറ്റ്ലി 0 ആണ്. അപ്പൊ അതാണ് അവിടുത്തെ ബേസ് എന്ന് പറയാറില്ലേ. അപ്പൊ അതേപോലെ പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നത് ഇവൻ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡൈപോൾ മൊമെന്റ് വരുമ്പോഴാണ്, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്. അപ്പൊ ഇതാണ് ബേസ്, ഇതാണ് ബേസ്. ഇവിടുന്ന് അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം. ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ ചെയ്യുന്നത് അവിടുത്തെ ഫീൽഡും, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജന്റും ആണ്. പക്ഷെ അവിടെ ഒരു വർക്ക് ഡൺ ചെയ്യണം. ദാറ്റ് വർക്ക് ഡൺ സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ആണ് U ഈക്വൽ ടു മൈനസ് PE കോസ് θ. ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണെന്ന് വിചാരിക്കുക. അതൊക്കെ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് ഡൈപോൾ ഇരിക്കുന്നതെങ്കിൽ ഡൈപോൾ മൊമെന്റ് അതേ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് വരുന്നു. θ 0 ആയിട്ട് മാറി. θ 0 ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0. നെറ്റ് ഫോഴ്സ് 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി മിനിമം. പൊട്ടൻഷ്യൽ എനർജി മിനിമം, ദാറ്റ് ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ ഇക്വിലിബ്രിയം. വർക്ക് എനർജിയിൽ ഇങ്ങനെ ഒരു പാത്രത്തിന്റെ ഷേപ്പിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കമത്തി വെച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇത് നേരെ തിരിയണം. അതായത് നെഗറ്റീവ് ചാർജ് ഇപ്പുറത്തും പോസിറ്റീവ് ചാർജ് ഇപ്പുറത്തും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് അഗൻസ്റ്റ് ആവും ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. അപ്പൊ ഇത് വീണ്ടും സ്റ്റേബിളും അൺസ്റ്റേബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഇത് ഇവിടുന്ന് ഓസിലേറ്റ് ചെയ്താലും തിരിച്ച് ബാക്ക് ടു ഇറ്റ്സ് പൊസിഷൻ, ഇതേ പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഇവന് പറ്റും. അതായത് ഈ സാധനം ഓസിലേറ്റ് ചെയ്താൽ ഇതിലേക്ക് തിരിച്ചെത്തും. അൺസ്റ്റേബിളിന്റെ പ്രശ്നം എന്താ? അൺസ്റ്റേബിള് ഇവിടുന്ന് ഇവൻ ഡിസ്റ്റർബ് ആയി തിരിഞ്ഞു പോയാൽ, ഇപ്പൊ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്, ഇത് ഡിസ്റ്റർബ് ആയി തിരിഞ്ഞാൽ പിന്നെ അവൻ തിരിച്ച് ഇതേപോലെ പൊസിഷനിലേക്ക് വരത്തില്ല. പിന്നെ തിരിച്ചത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ പോയിട്ട് അവിടെ കിടന്ന് വേണേ ഓസിലേറ്റ് ചെയ്യാം. പക്ഷെ ഇവൻ ഈ കോൺഫിഗറേഷനിലേക്ക് തിരിച്ചു വരില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. പക്ഷെ തീറ്റ ഇവിടെ എത്രയായി? ഇവിടെ തീറ്റ 180 ആയി. തീറ്റ എത്രയായി? 180 ആയി. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആരൊക്കെ തമ്മിലാണ് എടുക്കണ്ടേ? ഇലക്ട്രിക് ഫീൽഡും പിയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ. ഇതിന്റെ പാർട്ട് 1, ഇതിന്റെ പാർട്ട് 1 അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഡൈപോൾ പഠിപ്പിച്ചോ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ P ടുവേർഡ്സ് റൈറ്റും ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് റൈറ്റ് ആണ്. തീറ്റ 0 ആയി. ഇവിടെ P ടുവേർഡ്സ് ലെഫ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് ആണ്. അപ്പൊ ആംഗിൾ 180 ആയിട്ട് മാറി. അപ്പൊ U പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകും. അപ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ മീൻസ് ഇറ്റ് ഡസ് നോട്ട് കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ. അതിലേക്ക് തിരിച്ചു വരത്തില്ല. അതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന വിശ്വാസത്തോടെ അടുത്തതിലേക്ക് പോകുന്നു. പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ തീറ്റ 0 ആണ്. സോറി, തീറ്റ 90 ഡിഗ്രി ആണ്. ഇങ്ങനെ ഇവന്മാർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് മാറും. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? വർക്ക് ഡൺ ടു റൊട്ടേറ്റിംഗ് എ ഡൈപോൾ ഫ്രം സ്റ്റേബിൾ ഇക്വിലിബ്രിയം ടു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തീറ്റ എത്രയായിരുന്നു? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തീറ്റ 0 ഡിഗ്രി ആയിരുന്നു. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ, അപ്പൊ ഇത് തീറ്റ 1 എന്ന് വിളിച്ചു. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തീറ്റ 180 ഡിഗ്രി ആയിരുന്നു. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ തീറ്റ 180 ഡിഗ്രി ആയിരുന്നു. ചോദിച്ചത് എന്ത് കാണാനാ? വർക്ക് ഡൺ.
വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണെന്ന് ഓർത്താൽ മതി, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവാൻ. അപ്പൊ നമ്മളോട് ചോദിച്ചത് വർക്ക് ഡൺ ആണ്, വർക്ക് ഡൺ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്, PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 എന്നാണ് നമ്മൾ പഠിച്ചത്. അല്ലെങ്കിൽ മൈനസ് PE ഇൻറ്റു ആംഗിൾ തിരിച്ച് കോസ് θ2 മൈനസ് കോസ് θ1 എന്നാണ് പഠിച്ചത്. ഒന്നെങ്കിൽ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക. വർക്ക് ഡൺ ഈക്വൽ ടു PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 വിച്ച് ഈസ് ഈക്വൽ ടു PE ഇൻറ്റു കോസ് θ1 0 കോസ് 0 മൈനസ് കോസ് 180. സോ നമുക്ക് കിട്ടും PE ഇൻറ്റു കോസ് 0 1 ആണ്, മൈനസ് കോസ് 180 മൈനസ് 1 ആണ്. അപ്പൊ ഇത് 1 + 1 2 ആയിട്ട് മാറി. സോ ആൻസർ ഈസ് 2PE. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2PE. ഓപ്ഷൻ 3 എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് വലിയ സംഭവബഹുലമായ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. കുറച്ച് കോമൺ സെൻസും നേരത്തെ പഠിച്ച ചാപ്റ്ററിന്റെ ഉത്തരവാദിത്വവും കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. യെസ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പിന്നെ മാത്രമല്ല, വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ബോധം നമ്മുടെ കയ്യിൽ വേണം. ഈ ചാപ്റ്റർ ഒക്കെ കുറെയൊക്കെ മനസ്സിലാക്കാൻ വർക്ക് എനർജി കയ്യിൽ വേണം. അതേപോലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും കയ്യിൽ വേണം. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വൺ ഷോട്ട് സീരീസ് വർക്ക് എനർജിയുടെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മനസ്സിലാക്കാം. അടുത്ത ടോപ്പിക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P തന്നിട്ടുണ്ട്, മൈക്രോ കുളം പ്ലേസ്ഡ് ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E തന്നിട്ടുണ്ട്. ദെൻ പൊട്ടൻഷ്യൽ എനർജി. മക്കളെ, പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇപ്പൊ എന്താ പഠിച്ചത്? പൊട്ടൻഷ്യൽ എനർജി എന്നത് അവിടുത്തെ വർക്ക് ഡൺ തന്നെയാണെന്ന് പഠിച്ചു. അത് നമ്മൾ ഇപ്പൊ പഠിച്ചത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ, മൈനസ് അല്ലെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് P ഡോട്ട് E എന്നാ പഠിച്ചത്. അല്ലെങ്കിൽ PE മൈനസ് PE കോസ് തീറ്റ എന്നാ പഠിച്ചത് അല്ലേ? അതൊന്നും മറന്നു പോകരുത്. അതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലേ ഇവിടെ. വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജി ആണ്. അത് മൈനസ് PE കോസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് P ഡോട്ട് E എടുക്കാനാണ് പഠിച്ചിരിക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് P നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ, 2I + 3J മൈക്രോ കുളംബ് ആണ്. സോ ഇൻറ്റു 10⁻⁻⁶ അല്ലേ, 10⁻⁻⁶ ഡോട്ട് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് എത്രയാ, 3I + 2K ഇൻറ്റു 10⁵ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. അതേപോലെ തന്നെ പവറുകൾ കട്ട് ചെയ്യാൻ 10⁵5 10⁻⁻⁶ ആണ്. അപ്പൊ അത് 10⁻⁻1 എന്ന് വരും. ഇനി നമ്മൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ പലരും തെറ്റുപറ്റി നിൽക്കുന്ന ഒരു സാധനമാണ് കണ്ടോ. 3 × 2 6 ആയി. അപ്പൊ മൈനസ് ഓഫ് വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് 3 × 2 6 ആണ്. അപ്പൊ 6I ആയി. 6 ആയി. അടുത്ത ഈ 3 × 2 6. അപ്പൊ 6 6 12 അങ്ങനെയൊക്കെ ചെയ്തു പോകും. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കണം, ബൈ മിസ്റ്റേക്ക് വന്നു പോകുന്നതാണ്. ഇത് J ഇത് K കമ്പോണന്റും. അപ്പൊ അവർക്കിടയിൽ ഡോട്ട് എടുത്താൽ അത് 0 ആയിപ്പോ അല്ലെ. അപ്പൊ ഇവിടെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. സോ നമുക്ക് -6 × 10⁻⁻1 ജൂൾ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -0.6 ജൂൾസ് എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 1 -0.6 ജൂൾസ്. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു പാർട്ട് 1 നമ്മുടെ ഇലക്ട്രോ സ്റ്റാറ്റിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഈ ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പോർഷനുമായിട്ട് ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിന് ശേഷം. ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഐ തിങ്ക് 13th ആണെന്ന് തോന്നുന്നു. അപ്പം അടുത്ത വീഡിയോ 31st കഴിഞ്ഞ് ഫെബ്രുവരി 1 നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് പ്രോപ്പറായിട്ട് കണ്ട് പഠിച്ച് അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുക, എന്നാലേ അടുത്ത വരുന്ന സാധനങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാകത്തുള്ളൂ. യെസ്, നമുക്ക് നോക്കാം. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഒന്നുമില്ല. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു റീജിയൻ, ഒരു ഇമാജിനറി റീജിയൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കുറെ ക്രൈറ്റീരിയകളും അതുപോലെ അതിന് കുറെ പ്രോപ്പർട്ടീസും ഉണ്ട്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആർ ഇമാജിനറി സർഫസ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് വേർ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് എവരി പോയിന്റ്. അവിടുത്തെ ആ ഒരു സർഫസ് എടുത്താൽ അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, മാറ്റം ഉണ്ടാവുകയില്ല. പ്രോപ്പർട്ടീസ്: ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്യൂ ചാർജ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജ് ഉണ്ട്,
ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കാൻ. ആ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഫീൽഡ് ലൈനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതൊരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസും ചാർജുകൂടെ തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇതിൽ നിന്ന് ഇങ്ങനെ ഫീൽഡ് ലൈൻ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇനി ഒരു പോയിന്റ് ചാർജ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. നമ്മുടെ ഗോസിയൻ സർഫസ് വരയ്ക്കുന്ന പോലെ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും വരയ്ക്കുന്നത്. യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ നമുക്കറിയാം ഫീൽഡ് ലൈൻസ് പാരലൽ ആണ്. അപ്പം ഇതുപോലത്തെ പ്ലെയിൻ ഷീറ്റിന്റെ ഷേപ്പിലായിരിക്കും ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഇരിക്കുന്നത്. അതുപോലെ നോ വർക്ക് ഈസ് ഡൺ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓൺ ദി സെയിം സർഫസ്. അതായത് ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ് 1, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ് 1, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ് 2. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചാർജിനെ കൊണ്ടുപോകണം. നോ വർക്ക് ഹാസ് ടു ബി ഡൺ. വർക്ക് ഡൺ ചെയ്യണ്ട. എന്താ കാര്യം? അവിടുത്തെ പൊട്ടൻഷ്യൽ ഇവിടുത്തെ പൊട്ടൻഷ്യലിറ്റ് 1 ഈക്വൽ ടു പൊട്ടൻഷ്യലിറ്റ് 2 എന്ന് വെച്ചാൽ അവിടുത്തെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ വർക്ക് ഡൺ 0 എന്ന് നമ്മൾ പലതവണ പറഞ്ഞു. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. The space between equipotential surface indicates the strength of the electric field. Closer spacing indicates strong field. അതായത് equipotential surface അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. യെസ്, നമുക്ക് നോക്കാം. ഒരു പോയിന്റ് ചാർജ്, ഇതാ ഞാൻ പറഞ്ഞത്. ഒരു പോയിന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അറൗണ്ട് എ പോയിന്റ് ചാർജ് ആർ കോൺസെൻട്രിക് സ്ഫിയേഴ്സ്. ദൂരോട്ട് പോകുന്നതോറും പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും. V1 കൂടുതലായിരിക്കും, V2 കുറയും, V3 അതിലും കുറയും. പൊട്ടൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ 1/4πε0 Q/R എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ 1/4πε0 Q/R, which means that potential is inversely proportional to distance. As distance increases, strength of the potential decreases. പൊട്ടൻഷ്യൽ കുറയും, ദൂരോട്ട് പോകുന്നതോറും പൊട്ടൻഷ്യൽ കുറയും. ബേസിക് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഫീൽഡ് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഇത് യൂണിഫോം ഫീൽഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അവിടുത്തെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഈ പ്ലെയിനിൽ ഇപ്പൊ നിങ്ങൾ 2 പോയിന്റ് കണ്ടുപിടിച്ചു, എ ബി. എനിക്ക് എയിൽ നിന്ന് ബിയിലോട്ട് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണം. എനിക്ക് ഈ എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ ഒരു ക്യൂ ചാർജിനെ മൂവ് ചെയ്യിക്കണം. അപ്പം പൊട്ടൻഷ്യൽ അറ്റ് എ ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി ആണ്, വിച്ച് മീൻസ് ദാറ്റ് അവിടുത്തെ ഡെൽറ്റ വി 0 ആണ്. ഡെൽറ്റ വി 0 ആണ്. വർക്ക് ഡൺ കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് Q ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി 0 ആണ്. സോ വർക്ക് ഡൺ 0 ആണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വി ഷുഡ് ഡു എ വർക്ക്. എന്തിനാ? ബിയിൽ നിന്ന് സിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു വർക്ക് ഡൺ ചെയ്യണം. ബിയിൽ നിന്ന് സിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു വർക്ക് ഡൺ ചെയ്യണം. അങ്ങോട്ട് പോകുന്നവരും നമുക്കറിയാം പൊട്ടൻഷ്യൽ കുറയും. അപ്പൊ അങ്ങോട്ട് പോകുന്നവരും ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് നമുക്കൊരു കാര്യം കൂടെ പറയാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ, അതായത് ഈ സർഫസിലെ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ ഈ സർഫസിലെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡെൽറ്റ വി ആണെന്ന് പറയാം. ഈ സർഫസിലെ പൊട്ടൻഷ്യൽ വി ആണ്. അപ്പൊ ഈ സർഫസിലെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡെൽറ്റ വി, വിച്ച് മീൻസ് ദാറ്റ് ഈ 2 സർഫസുകൾക്കിടയിൽ ഒരു ഡെൽറ്റ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. സോ ഈ സർഫസിൽ നിന്ന് ഈ സർഫസിലോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരു വർക്ക് ഡൺ ചെയ്യണം. ആ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഡെൽറ്റ വി എ ബിയിൽ അത് 0 ആ. കാര്യം VA ഈക്വൽ ടു VB ആ. VA ഈക്വൽ ടു VB ആ. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം A to B 0 ആ. പക്ഷെ ബിയിൽ നിന്ന് സിയിലോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഉറപ്പായിട്ട് വർക്ക് ചെയ്യണം. കാര്യം പൊട്ടൻഷ്യലിറ്റി സി വളരെ കുറവാണ് കമ്പയർഡ് ടു എ ആൻഡ് ബി. സിമ്പിൾ കോൺസെപ്റ്റ്, നല്ല കോൺസെപ്റ്റുകളാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇൻസൈഡ് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതാണ്, സർഫസുകൾ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി വൈ? അപ്പൊ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് നോക്കാം. നമുക്ക് അറിയാവുന്ന റിലേഷൻ എന്താ? E is equal to minus dV by dr എന്ന്. അതായത് E inversely proportional to R ആണ്. E equal to minus dV by dr. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. E inversely proportional to R ആണ്. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. R കുറവാണെങ്കിൽ, ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇത് കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഡൈപോളിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ, ഇവിടെ ഡൈപോളിന്റെ അകത്ത് R കുറവാണ്.
വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇവിടെ കൺജസ്റ്റഡ് ആയി. ഇതിനകത്ത് കണ്ടോ കൺജസ്റ്റഡ് ആയി, പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഐഡന്റിക്കൽ ചാർജസ് എടുത്തു. ഇവിടെയും ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ, ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറഞ്ഞാൽ മൈനസ് dV/dr ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇലക്ട്രിക് ഫീൽഡ് കുറവാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് R കൂടുന്ന. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതും പോസിറ്റീവ് ചാർജാണ്, ഇതും പോസിറ്റീവ് ചാർജാണ്. സിമ്പിൾ ലോജിക്കൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ചാർജ് കൊണ്ടുവച്ചെന്ന് വിചാരിക്കും, ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചെന്ന് വിചാരിക്കും, അസ്യൂം ചെയ്യും. ഈ ചാർജ് ഇവനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പൊ ഈ ചാർജ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇതൊരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് ആണ്, ഇവൻ ഇതിനെ റിപ്പൽ ചെയ്യും, ഇവൻ ഇതിനെ റിപ്പൽ ചെയ്യും. എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒരു നൾ പോയിന്റ് ആയിരിക്കും, നൾ പോയിന്റ് ആവും. അതായത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവും. എന്ന് വെച്ചാൽ അകത്തോട്ട് പോകും തോറും ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയണം, എന്നാലല്ലേ എക്സാക്ട് സെന്ററിൽ ചെല്ലുമ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവത്തുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും. എന്താ കാര്യം? R കൂടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മറിച്ച് ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് R ഡിസ്റ്റൻസ് കുറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്രൗഡഡ് ആകും. ക്ലിയർ? ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. യെസ്, നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കി വരാം. The work done to move a charge on an equipotential surface is 0. Work done 0. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, on a rotating a point charge having charge Q around a charge capital Q. അതായത് ഇവിടെ ഒരു ക്യാപിറ്റൽ Q ഉണ്ട്, ഇതിന്റെ ചുറ്റിനും നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർജ് Q വെക്കണം. എന്നിട്ട് ഈ Q ചാർജിനെ ഇങ്ങനെ റൗണ്ട് ചെയ്യിക്കണമെന്നാ പറഞ്ഞത് അല്ലേ? റേഡിയസ് R ആണ്, റേഡിയസ് R ആണ്. ചോദിച്ചത് എന്ത് കാണാനാ? ദ വർക്ക് ഡൺ വിൽ ബി. എന്താ വർക്ക് ഡൺ? വർക്ക് ഡൺ എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചതാ. ഒരു Q ചാർജ് അതിന്റെ ചുറ്റുമുള്ള സ്ഫെറിക്കൽ ഷേപ്പിലുള്ള, അല്ലെ ആ സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിലും പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പൊ ആ സ്ഫിയറിന്റെ ചുറ്റും എവിടെ കറങ്ങിയാലും അതൊരു സർക്കിൾ പോലെ ഇരിക്കും അല്ലേ? അപ്പൊ ആ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള പോയിന്റുകളിലെ പൊട്ടൻഷ്യൽ എല്ലാം സെയിം ആയിരിക്കും. അതായത് ഇപ്പൊ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ V1 എന്ന് എടുത്തു, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ V2 എന്ന് എടുത്താൽ V1 ഈക്വൽ ടു V2 ആ, വിച്ച് മീൻസ് ദാറ്റ് ഡെൽറ്റ V 0 ആ. ഡെൽറ്റ V 0 ആണെങ്കിൽ നമുക്ക് അവിടെ മൂവ് ചെയ്യിക്കാൻ എടുക്കുന്ന വർക്ക് ഡൺ 0 ആണ്. ആൻസർ ഈസ് 4. ഫോർത്ത് ഓപ്ഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. വളരെ ഈസി ആയിട്ട് പറയാവുന്ന കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുക. ഈ ചാപ്റ്ററിൽ തരാവുന്നതിന്റെ മാക്സിമം കോൺസെപ്റ്റ് ഇത്രയും ഏരിയയിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി, നമ്മളെ സ്ഥിരം ഫോളോ അപ്പ് ചെയ്യുന്ന കുറെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ഒപ്പീനിയന് വേണ്ടി, എഡ്യൂക്കേറ്റർ പറയുന്ന ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, കോൺഫിഡൻസോടെ നമ്മളെ വിശ്വസിക്കുന്നവരുണ്ട്. നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറയാം. ഈ വൺ ഷോട്ട് സീരീസിലൂടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ മുഴുവൻ കാര്യവും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്നൊന്നും വാദഗതി ഒരു കാരണവശാൽ ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ ഒരാൾ അത് പറയുന്നുണ്ടെങ്കിൽ അത് പച്ച കള്ളത്തരമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. വേറൊരാളത് പറഞ്ഞു എന്നല്ല, എനിക്കത് പറയാൻ എന്തായാലും പറ്റത്തില്ല. അതിന്റെ റീസൺ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലൊരു ചാപ്റ്റർ, ഇപ്പൊ നിങ്ങൾ ഒരു റിപ്പീറ്റർ സ്റ്റുഡന്റ് ആണ്, 1 വർഷ സമയക്കാലമുണ്ട്, നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാൻ. ആ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു സമയം, കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി എല്ലാ കോൺസെപ്റ്റും, ഒരു നീറ്റിന് പഠിക്കുന്ന കുട്ടീനെ ഒരു JEE മെയിൻസ് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഏതാണ്ട് 20 മണിക്കൂറൊക്കെ വേണം. ഏറ്റവും മിനിമം 20 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2ലേക്ക് എത്തുമ്പോഴത്തേക്ക് അത്ര സമയം വരും. അതായത് ഈ ഒരു ഒറ്റ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് മിനിമം 30 to 40 മണിക്കൂറാണ് വേണ്ടത്. അപ്പൊ ആ സാധനം ഞാൻ ഒരു ആദ്യത്തെ സെഷൻ എനിക്ക് തോന്നുന്നു 2 കൂടെ, ആദ്യത്തെ ചാപ്റ്റർ ഒരു 4 മണിക്കൂർ കാണും, ഈ ചാപ്റ്റർ 2 സെഷൻ വന്ന 4 മണിക്കൂറാണ്. ഈ 8 മണിക്കൂറിൽ മുഴുവൻ ഞാൻ തീർത്തു എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമായിപ്പോ. പക്ഷേ ഒരുമാതിരിപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ്, കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ ഏത് ഏരിയ നിന്നാണോ ചോദിച്ചിരിക്കുന്നത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളും നമ്മൾ ഉറപ്പായിട്ടും ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇതിനകത്തൊക്കെ ചില സ്പെഷ്യൽ കണ്ടീഷൻസും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നമ്മുടെ മോക്ക് സീരീസ് നടത്തുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുമ്പോഴും ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി അതിൽ പറയുന്നതായിരിക്കും. സോ അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്തൊരു ടോപ്പിക്കായിട്ട് കണ്ടുമുട്ടാം. Thank you so much.